അമ്മഅസിയതിക് വബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുവേ, നീ ഹലാൽ കൊണ്ട് എനിക്ക് ഐശ്വര്യം നൽകണമേ, ഹറാമ് നൽകരുതേ റബ്ബേ. വബിത്വാഅതിക അമ്മഅസിയതിക്, പടച്ചവനെ നിനക്ക് അനുസരിക്കാൻ തൗഫീഖ് നൽകണമേ. വബിത്വാഅതിക അമ്മഅസിയതിക്, അല്ലാഹുവേ തെറ്റ് സംഭവിച്ചു പോകാതെ ഞങ്ങളെ നീ ത്വാഅത്ത് കൊണ്ട് അനുസരണ കൊണ്ട് അനുഗ്രഹിക്കണമേ. വബിഫദ്ലിക അമ്മൻ സിവാക്, നീ അല്ലാത്തവരിൽ നിന്ന് നിൻ്റെ ഔദാര്യം കൊണ്ട് നീ എന്നെ സഹായിക്കണമേ. നമ്മൾ അങ്ങനെ പറയുമ്പോഴേ അൽ ഗനിയായ അള്ളാഹു, അൽ ഗനിയുൽ മുഗ്നിയ അള്ളാഹ്, രണ്ട് ഇസ്മുകളാണിത്. രണ്ട് ഇസ്മും ഒരുമിച്ചാണ് അലിമികൾ ചർച്ച ചെയ്യുക. കാരണം രണ്ടും ഒരേ ധാതുവാണ്. ഗിന, ഗനിയ് എന്ന് പറയുന്നത് സമ്പാദ്യം, സമ്പത്തുള്ളവൻ എന്നർത്ഥത്തിന് പറയാറുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് എന്താണ് അതിനർത്ഥമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. മുഗ്നി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യമുള്ളവനാക്കി മാറ്റാൻ, മറ്റുള്ളവർക്ക് ഡിപ്പെൻഡൻ്റ് ആവാതെ ജീവിക്കുന്നതിനാണ് ഗനി എന്ന് പറയാം. വേറെ ഒരാളെ ആശ്രയിക്കുന്നില്ല. നമ്മൾ നമ്മുടെ ജോബിനെ ആശ്രയിക്കുന്നത് കുഴപ്പമില്ല. നിങ്ങളൊരു കമ്പനിക്ക് ജോലി ചെയ്യുന്നു, അതിനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. ഒരു മനുഷ്യൻ ഒരു പണിയെടുക്കാണ്ട് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ കുട്ടീനെ കെട്ടിക്കേണ്ട കാര്യം, എൻ്റെ വീടിൻ്റെ കാര്യം, എനിക്ക് എൻ്റെ കുട്ടികളെ പഠിക്കാനുള്ള ചിലവ്, അത് അവൻ ചെയ്യണം, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ ചെയ്യണം, അല്ലെങ്കിൽ അനുജൻ ചെയ്യണം, അല്ലെങ്കിൽ അമ്മായിൻ്റെ മോൻ ചെയ്യണം, അല്ലെങ്കിൽ നാട്ടുകാർ ചെയ്തു കൊടുക്കണം. ഇങ്ങനെ ഡിപ്പെൻഡൻ്റായി ജീവിക്കുന്നതിനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാണ്ട് നബി തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയിട്ട് ഒരിക്കലും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിലേക്ക് ഡിപ്പെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജോബ് ചെയ്യുന്നു, പണിയെടുക്കുന്നു, അധ്വാനിക്കുന്നു, അധ്വാനത്തിന് ശമ്പളം വഹിക്കുന്നു, അതിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് വേതനം ലഭിക്കുന്നു, ഒരാൾ ഹദിയ തന്നു, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഒരു പണിയും ചെയ്യാതെ ഇതും കാത്തിരിക്കരുത്. മറ്റുള്ളവർക്ക് ഭാരമാവരുത്. ലാ തകുൻ കല്ലൻ അലൽ ഗൈർ, മറ്റുള്ളവർക്ക് ഭാരമായി ജീവിക്കരുത്. എത്രയോ ആളുകൾ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഒരു പണിക്കും പോലെ വെറുതെ മൊബൈൽ കളിച്ചിരിക്കുക ചെയ്യുള്ളൂ, ഒരു പണിയും ചെയ്യൂല, ഒരു അധ്വാനം ചെയ്യൂല, അങ്ങനെ ഒരു പണിക്ക് പോകാൻ പറഞ്ഞാൽ പോവില്ല. എങ്ങനെയെങ്കിലും വെറുതെ ചുളിവിൽ കാര്യങ്ങൾ നടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ദുന്യാവിൽ നടക്കുമോ? ഒരിക്കലും നടക്കൂല. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അല്ലേ പള്ളിയിൽ വന്ന ചെറുപ്പക്കാരെ ആട്ടി ഓടിച്ചത്? നിങ്ങൾക്ക് എന്താ പണിയെന്ന് ചോദിച്ചു. മദീനത്തെ പള്ളിയിൽ അവർ സ്വലാത്ത് ചൊല്ലിയിരിക്കുക, സ്വലാത്തോ ദിക്റോ ചൊല്ലിയിരിക്കുകയാണ്. അപ്പോൾ 2-3 ദിവസം കണ്ടപ്പോൾ തങ്ങൾക്ക് ദേഷ്യം വന്നു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പണി? അപ്പോൾ പറഞ്ഞു, ഞങ്ങളിവിടെ ദിക്റൊക്കെ ചൊല്ലിയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആരാ മൻ യഊലുക്കും, ആരാ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? അത് പിന്നെ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടുന്നത് കഴിക്കുമെന്ന്. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വടിയെടുത്താൽ വന്നത്, അതിൽ വരെ ഇറങ്ങി ഓടിയതാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ ആകാശത്ത് നിന്ന് സ്വർണ്ണവും വെള്ളി ഇറങ്ങൂല എന്ന് പറഞ്ഞാൽ ദീനാറും ദിർഹമും പൈസ ആകാശത്ത് നിന്ന് ഇറങ്ങൂല, നിങ്ങൾക്കറിയില്ലേ? അധ്വാനിക്കാതെ മറ്റുള്ളവർക്ക് ഭാരമായി ജീവിക്കുകയാണോ എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു കിട്ടിയില്ല, ഒരു ഇറങ്ങി ഓടി. അതാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ തർബിയത്ത്. അത് നബി ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്ന് യാചിച്ചു ഹബീബിൻ്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ എനിക്ക് പൈസ വേണമെന്ന്. തങ്ങൾ നോക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്, നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. തങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യനെ സഹായിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അയാൾക്കൊരു മഴ വാങ്ങിക്കൊടുക്കണം. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് മലയിൽ പോയി, മലയോരങ്ങളിൽ പോയി ഉണങ്ങിയ ചെടികളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ വിറകുകൾ കൊണ്ടുവന്ന് അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റാൽ കാശ് കിട്ടൂലേ, നിങ്ങൾക്കത് ചെയ്തൂടെ എന്ന് ചോദിച്ചു. ആ പറ്റും. തങ്ങൾ പറഞ്ഞു, കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, പൊയ്ക്കോ, ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ടേ നിന്നെ കാണാൻ പാടുള്ളൂ, ചില റിവായത്ത് 1 മാസം കഴിഞ്ഞിട്ടേ നിന്നെ കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. നീ പോയി പണിയെടുക്ക്, വിറക് വെട്ടിക്കോ, അങ്ങാടി കൊണ്ടുപോയി വിൽക്ക്, അങ്ങനെ ജീവിക്ക്, നീ ആരോഗ്യമുള്ള മനുഷ്യനല്ലേ. അങ്ങനെ ആ മനുഷ്യൻ പോയി. സുബ്ഹാനല്ലാഹ്. 1 മാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഹബീബായ നബിയുടെ കയ്യിൽ കുറച്ച് പൈസ കൊണ്ട് കൊടുത്തു. നബിയെ, ഇത് ഞാൻ അധ്വാനിച്ച പൈസയാണ്, എൻ്റെ ചിലവൊക്കെ കഴിഞ്ഞോ, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇച്ചിരി മിച്ചമുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഇത് നീ തന്നെ വെച്ചോ. നിങ്ങൾ പറഞ്ഞു, ലഅൻ യഹ്തതിബ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ വിറക് വെട്ടാൻ പോയി ജോലി ചെയ്ത് ജീവിക്കലാണ്, നാളെ പരലോകത്ത് നെറ്റിയിൽ യാചകനായിരുന്നു എന്ന അടയാളം നെറ്റിയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് വരുന്നതിനേക്കാളൊക്കെ നല്ലത് വല്ല വിറകും വെട്ടി ജീവിക്കലാണ്. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, യാചിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയുന്ന ആളുകൾ, അധ്വാനിക്കാൻ കഴിയുന്നവർ അധ്വാനിക്കാൻ തന്നെ വേണം. പിന്നെ നിവൃത്തിയില്ലാത്ത ആളുകളുണ്ടാവും. അവരുടെ യാചനയെ സംബന്ധിച്ച് അവർക്കും പഠിച്ചവനും അറിയാം എന്താ അതിൻ്റെ കാരണം, അവർക്ക് പറ്റില്ല. അങ്ങനത്തെ ആളുകളെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല തന്ന ഗിന, ഐശ്വര്യം, കാശ് വേണം. ഫഇന്നൽ ഫിആല യസീനുഹൽ മാൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമ്പത്ത് തന്നെങ്കിലാണ് നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ, അല്ലേ? ദാനം ചെയ്യണമെങ്കിൽ പൈസ വേണ്ടേ? അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി എടുത്തു കൊടുക്കണമെങ്കിൽ കാശ് വേണം.
മദ്രസക്ക് സഹായിക്കണമെങ്കിൽ, മഹല്ലിനെ സഹായിക്കണമെങ്കിൽ, ഇതുപോലൊരു ഒത്തുചേരൽ ഉണ്ടാക്കണമെങ്കിൽ ഇതിനൊക്കെ ചിലവുണ്ട്. അതിന് സമ്പത്ത് വേണം. അള്ളാഹുവിനോട് സമ്പത്തിനെ ചോദിക്കാനാണ് നബി തങ്ങൾ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതൊരിക്കലും ഹൃദയത്തിലേക്ക് വരരുത്. ആരും കൽബിലേക്ക് ഹൃദയം കൊണ്ട് അതിനെടുക്കരുത്. അത് അത്ര നിസ്സാരമായ വിലയെ കൊടുക്കാവൂ. പക്ഷെ സമ്പത്ത് വേണം. അതാണ് എല്ലാം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിചാരിച്ചാൽ ഇങ്ങനെ എടുത്തു കളയാൻ പറ്റുന്നത് മാത്രമാണത്. അള്ളാഹു തആല നമുക്ക് ആരോഗ്യവും ആഫിയത്തും അന്തസ്സും ഇസ്സത്തും തന്ന അള്ളാഹു നമ്മളെ മരണം വരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെയും കുടുംബത്തെയൊക്കെ കാലാകാലങ്ങളിൽ അള്ളാഹു ഹിഫ്ളിലാക്കി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു തആല പറയാൻ ബൽ യദാഹു മബ്സൂതതാൻ യുൻഫിഖു കൈഫ യശാ. ലോകത്ത് എത്രയെല്ലാം നിഅമത്തുകൾ ഓരോ ദിവസവും അള്ളാഹു തആല കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻസി, കാശ് എല്ലാ ബാങ്കുകളിലുമുണ്ട്, എല്ലാ രാജ്യങ്ങൾക്കുണ്ട്. ഭൂമിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിഭവങ്ങൾ ഓരോ ദിവസവും എത്രയാണ് എടുക്കുന്നത്? എത്ര ഗോൾഡാണ് അതിൻ്റെ മൈനിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്? തീർന്നിട്ടില്ലല്ലോ. അത് വീണ്ടും അള്ളാഹു കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിഅമത്തുകളാണെന്നാണ് പറയാം. റബ്ബ് തആല ഗനിയാണെന്നതിൻ്റെ വലിയ അടയാളമാണിത്. ലോകത്ത് പോപ്പുലേഷൻ കൂടി. നമ്മളൊക്കെ പേടിച്ചൊരു കാലത്ത് ഡെമോഗ്രാഫിക് എക്സ്പ്ലോഷൻ വരുന്നവണ്ണ് സോഷ്യോളജിസ്റ്റുകൾ പേടിപ്പിച്ചത് മനുഷ്യന്മാരുടെ ജനസംഖ്യാ വിസ്ഫോടനം. മനുഷ്യന്മാരിങ്ങനെ അവർക്ക് മക്കളുണ്ടാകാൻ തുടങ്ങിയാൽ അടുത്തൊരു തലമുറ വരുമ്പോഴേക്കും തിന്നാൻ ഇവിടുത്തെ ഗോതമ്പ് അരിയും തികയൂല, പട്ടിണി മരണങ്ങളുണ്ടാകും. അതുകൊണ്ട് സന്താനങ്ങളെ കൺട്രോൾ ചെയ്യണം. സന്താനങ്ങളെ കൺട്രോൾ ചെയ്ത രാജ്യങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചു വിളിക്കുക, മൈഗ്രേറ്റ് ചെയ്തിട്ടെങ്കിൽ ഇങ്ങോട്ട് വരി, ഞങ്ങൾക്കിവിടെ സ്ഥലമുണ്ട്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇവിടെ എത്തി, നമ്മളത് കഴിക്കുമല്ലേ എന്നൊക്കെ അല്ലാഹു തആല കണക്കാക്കി. അതുകൊണ്ട് നമ്മളെ മുമ്പിലേക്ക് എത്തി, നമ്മൾ കഴിച്ചു. ഓരോ ദിവസവും കോടിക്കണക്കിന് 6 ബില്യൺ മനുഷ്യന്മാരെ മാത്രം അള്ളാഹു തീറ്റിപ്പോറ്റുണ്ട്. ജീവജാലങ്ങളും ജന്തുക്കളും വേറെ. മനുഷ്യന്മാരുടെ ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഉള്ള പാടങ്ങളും വയലും തന്നെയല്ലേ ഉള്ളൂ, അത് കൂടുന്നില്ലല്ലോ. അപ്പോൾ ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജനസംഖ്യ കൂടുമ്പോൾ ഭക്ഷണം ഇവിടെ കുറയണം. സംഭവിച്ചത് എന്താ? ഭക്ഷണം കൂടി. ഭക്ഷണം അബണ്ടൻസ്. എത്രയാ ഭക്ഷണങ്ങൾ ലോകത്തെല്ലായിടത്തും. അത് ചില രാജ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാത്തതുകൊണ്ടോ ആ രാജ്യത്തുള്ള മുതലാളിമാർ റിലീസ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടോ മാത്രം മിസ്കിന്മാർ ഭക്ഷണം കിട്ടാത്തവരുണ്ടാവുന്നുണ്ട്. പക്ഷെ അവർക്ക് ആവശ്യമായ ഭക്ഷണം ഇവിടെ സ്റ്റോറിൽ കിടക്കുകയാണ്. അത് പിന്നെ പുഴുത്തു പോവുകയാണ്. അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദൈനംദിന വിഷയങ്ങളിൽ റബ്ബ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ഗനിയാണ്. ഇപ്പം സമ്പത്ത്, ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് ബേസ് ചെയ്തിട്ട് കറൻസി ആ രാജ്യത്തിൻ്റെ വിഭവങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. വലിയൊരു വിഭവം എന്ന് പറയുന്നത് ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. എത്രയായിരം ഗാലൻ ഡീസലും പെട്രോളും പിന്നെ മറ്റു മിനറൽസ്, ഇരുമ്പ്, അലൂമിനിയം, കോപ്പർ, ഗോൾഡ്, സിൽവർ, ഇതൊന്നും സ്പേസിൽ നിന്ന് വരില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടാവുകയാണ്. ജ്വല്ലറികൾ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? എല്ലായിടത്തും ജ്വല്ലറി കൂടെ അവരൊക്കെ ഹാങ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബുള്ളിയൻ എന്ന് പറഞ്ഞ സാധനമില്ല, ബാറുകൾ വിൽക്കുന്നവർ വേറെ. ഇത് കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്, തീരുന്നില്ല. ഒരു 100 കൊല്ലം മുമ്പോ അതിനപ്പുറത്തേക്കോ നമ്മൾ ജീവിക്കുന്ന UAE-യിലോ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലോ അറബ് രാജ്യങ്ങളിലോ ഇവിടെ ഓയിലിൻ്റെ ഒരു സംഭവം ഉണ്ടാകുന്നു, ഇത്ര വലിയൊരു വിപ്ലവം ലോകത്ത് നടക്കുന്നു, ആര് ചിന്തിച്ചു കാണും? ആർക്കും ഒരു ഐഡിയ ഉണ്ടായിട്ടില്ലല്ലോ. 1970-കളിലല്ലേ അല്ലെങ്കിൽ 60-ൻ്റെ അവസാനങ്ങളിലാണ് ഇതിൻ്റെ ഉള്ളിൽ സാധനമുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അന്ന് ഭരണം നടത്തിയിരുന്ന ക്രൂഷ്യൽ സ്റ്റേറ്റ്സ് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടെങ്കിൽ അവരിട്ട് പോവില്ല. ഇത്ര വലിയ വിഭവമാണ് അള്ളാഹു ഭൂമിൻ്റെ ഉള്ളിൽ തന്നത്. ഇത് ഗനിയായ അള്ളാഹു രാജ്യങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ചു നോക്കിയാൽ ഇത്രയും കാലം രാജാക്കന്മാരും ഭരണകൂടങ്ങളും കൈവശം വെച്ചത് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലെ സാധനം തീർന്നു കാണണം. തീരുന്നില്ല, കൂടുകയാണ്.
ജനങ്ങൾ ഓരോരുത്തരുടെ കൈകളിലേക്കും എത്രയോ വസ്ത്രങ്ങൾ, ഓരോരുത്തർ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, എത്ര ഐറ്റം വസ്ത്രങ്ങൾ, എത്ര വില കുറഞ്ഞിട്ടും വില കൂടിയതും ബ്രാൻഡായിട്ടും അല്ലാതെയും എത്രയാണ്. പ്രൊഡക്ഷൻ വർദ്ധിച്ചു എന്നതാണ് അത്ഭുതം. പ്രൊഡക്ഷൻ വർദ്ധിക്കണമെങ്കിൽ റിസോഴ്സ് വേണം. റിസോഴ്സസ് ആര് തരണം? അള്ളാഹു തആല തരണം. അള്ളാഹു ഗനിയാണ്. അതാ അള്ളാഹു തആല പറയുന്നത് ബൽ യദാഹു മബ്സൂതതാൻ. അള്ളാഹു പിടിച്ചു വെച്ചിരിക്കുക എന്ന് പറയണോ? അള്ളാഹു തുറന്നു തന്നിരിക്കല്ലേ. യദാഹു മബ്സൂതതാൻ. എത്രയോ ഗ്യാസ് റിസർവുകൾ ഓപ്പൺ ചെയ്യാതെ കിടക്കുന്നുണ്ട് പല രാജ്യങ്ങളിലും. കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാം, ഇപ്പോൾ ആവശ്യമില്ല, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അള്ളാഹുവിൻ്റെ വിഭവങ്ങളാണ്. അത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും രീതിയിൽ അള്ളാഹു മുമ്പിലേക്ക് കാണിച്ചു തരും. അള്ളാഹു ഗനിയാണ്. ഇതൊക്കെ പുതിയ പുതിയ അള്ളാഹു ഓരോ ദിവസവും മനുഷ്യൻ്റെ മുമ്പിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വിഭവങ്ങളാണ്. ഓരോ ദിവസവും കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ. എല്ലാ ദിവസവും അള്ളാഹു മനുഷ്യന് അത്ഭുതകരമായ കാര്യങ്ങൾ റബ്ബ് തആല ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹു ഗനിയാണ്. അള്ളാഹു ഗനി എന്ന് പറഞ്ഞാൽ ഐശ്വര്യവാനാണ്. പിന്നെ അൽ മുഗ്നി, ഐശ്വര്യം നൽകുന്നവനുമാണ് അള്ളാഹു. അതുകൊണ്ട് നമുക്ക് ഐശ്വര്യം വേണോ? അള്ളാഹുവിനോട് ചോദിച്ചേ മതിയാവൂ. നമ്മൾ ഒരു മനുഷ്യനും അള്ളാഹുവിനെ പോലെ പരാശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ സങ്കല്പിക്കുക, ബില്യനെയറാണ് ഒരാൾ. 1000 മില്യണാണ് ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ. 100 എന്ന് പറഞ്ഞു, തെറ്റായിരുന്നു. 1000 മില്യൺ, 1000 10 ലക്ഷം കൂടുമ്പോൾ ബില്യൺ ആവും. ഒരുപാട് ബില്യൺ ഉണ്ടാകുമ്പോഴേ ബില്യണർ ആവുള്ളൂ അല്ലേ? ആൾക്ക് ആരും ആവശ്യമില്ല എന്ന് പറയാൻ പറ്റുമോ? ആൾക്കൊരു പനി വന്നാൽ ഡോക്ടറിനെ വേണ്ടേ? ആളെ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ സ്കൂളിൽ പറഞ്ഞേക്കണ്ടേ? ടീച്ചർ വേണ്ടേ? വണ്ടി കേടന്ന ബാത്റൂമിൽ ലീക്ക് ഉണ്ടായ ഒരു പ്ലംബറെ കൊണ്ടുതന്നെ ഇവർക്ക് നന്നാക്കാൻ പറ്റുമോ? അത് ഇല്ല. മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ ജീവിക്കാൻ കഴിയൂ. കാശുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു നമ്മുടെ ശരീരത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ കാശുകൊണ്ട് മാത്രം നിവർത്താൻ കഴിയുമോ? ഫ്രാൻസിൽ പോയിട്ട് മെഡിസിനിൽ PGയും ഡിഗ്രിയും കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ ജോലി കഴിഞ്ഞ് ക്ലിനിക്ക് തുടങ്ങി, ഹോസ്പിറ്റൽ തുടങ്ങി. ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരുന്നു. കാറും വാഹനവും സൗകര്യവും കല്യാണം മക്കളൊക്കെ റാഹത്താണ്. സുബ്ഹാന ജല്ല ജലാലു. ഒരൊറ്റ ദിവസം 2 കണ്ണിൻ്റെയും കാഴ്ച അങ്ങ് പോവുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഹൈ പോസ്റ്റിലിരിക്കുന്ന ആളാണ്. അപ്പോൾ സൈനിങ് അതോറിറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ഏതാനും മാസങ്ങളൊക്കെ ഇതവിടെ നിന്ന് സൈൻ ചെയ്തിരിക്കുന്ന പറഞ്ഞപ്പോൾ അയാൾ കണ്ണ് കാണാതെ സൈൻ ചെയ്യും. പിന്നെ അവർ ജോബിൽ നിന്ന് പിരിച്ചു വിട്ടു. അയാൾക്ക് ജോബ് ചെയ്യാൻ പറ്റില്ലല്ലോ, വെരിഫൈ ചെയ്യാൻ പറ്റില്ല, കാണുന്നില്ല. എല്ലാം ഉണ്ടായിട്ട് പെട്ടെന്ന് അള്ളാഹു എടുത്ത് കളഞ്ഞു. സംഭവിക്കുന്നില്ലേ? മനുഷ്യൻ പരാശ്രയമില്ലാത്തവനാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയും. നമ്മൾ എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ ആശ്രയം അള്ളാഹു നടത്തുന്നത് നമ്മൾ പരസ്പരം നമ്മളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. ഓരോ ആളുകളും ഓരോന്നും, ചെറിയൊരു ഗ്രോസറി ഷോപ്പുകാരൻ മുതൽ ഒരു ചെറിയ പെട്ടിക്കടക്കാരൻ മുതൽ ചെറിയ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി മുതൽ വലിയ വലിയ ഫ്ലൈറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സംഭവങ്ങൾ വരെ മനുഷ്യന് നിർബന്ധമായും ആശ്രയിച്ചേ പറ്റൂ. ഹജ്ജിന് പോകണ്ടേ? യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റ് വേണ്ടേ? എനിക്ക് കാശുണ്ട്, ഞാൻ എങ്ങനെ പോകും? അത് പറത്താൻ പൈലറ്റ് വേണ്ടേ? ഇയാൾക്ക് പറത്താൻ പറ്റുമോ? ഇയാൾ പൈലറ്റ് അല്ലെങ്കിൽ കഴിയില്ല. ഭക്ഷണം വേണ്ടേ? ഒറ്റയ്ക്ക് ഉണ്ടാക്കി തിന്നാൻ വഴിയോ? കൃഷി ചെയ്യാൻ പറ്റുമോ പൈസ മുതലാളിമാർക്ക്? അത് കർഷകർ തന്നെ ചെയ്യണ്ടേ? അത് പ്രോസസ്സ് ചെയ്യണ്ടേ? എന്തെല്ലാം കാര്യങ്ങൾ നടക്കാനുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം പോലും ഭയങ്കര അത്ഭുതമല്ലേ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്ന സാധനമുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അൽ ഗുദ്ദത്തു സ്വമ്മ എന്ന അറബിയിൽ പറയും. ചെറിയ സാധനം, ഒരു കടലമണിൻ്റെ അത്രയും വലുപ്പമുള്ള സാധനം. ഒരുപാട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയൊരു ഗ്ലാൻഡാണത്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്. അതിൻ്റെ പ്രവർത്തനം നമ്മുടെ തലച്ചോറിൽ നിന്ന് സിഗ്നൽ കൊടുക്കണം. അതിൻ്റെ പ്രവർത്തനത്തിൽ ചെറിയ ഒരു മാറ്റം വന്നാൽ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ദാഹം തീരുന്ന മനുഷ്യന് 2 ബക്കറ്റ് വെള്ളം കുടിച്ചാലും ദാഹം തീരൂല. മൂപ്പര് കൊടുക്കുന്ന എൻസൈം, കൊടുക്കുന്ന ഒരു കൃത്യമായ പ്രവർത്തനം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് ചെയ്യാൻ പറ്റാതെ വന്നാൽ നമ്മുടെ മൂത്രമൊഴിക്കുന്ന പ്രോസസ്സ് അങ്ങ് തകരാറിലായി പോകും. എത്ര വളരെ കണിശമാണ്, എത്ര വളരെ ചെറിയ സംഗതിയല്ലേ ഇത്? പക്ഷെ അള്ളാഹു അതുകൊണ്ട് നമ്മളെ ശരീരത്തെ മുഴുവൻ അള്ളാഹു ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് കാശിൻ്റെ കയ്യിലെന്ന് വിചാരിക്കുക. ഒരു ഡ്രോപ്പ് ബ്ലഡ് തലച്ചോറിൽ ക്ലോട്ടായാൽ മതി, മെമ്മറി നഷ്ടപ്പെടില്ലേ?
അങ്ങനെ വലിയൊരു മുതലാളിക്ക് സംഭവിച്ചിട്ടുണ്ട്. വീട്ടിൽ സ്വന്തം മഹലിലെത്തിയിട്ട് വീട്ടിലേക്ക് വഴി കാണുന്നില്ല. എങ്ങനെയോ മൂപ്പർക്ക് ഓർമ്മ വന്ന് മോൻ്റെ വീട് ഇവിടെ ഉണ്ടല്ലോ, മോനോട് ചെന്ന് പറയാം, മോനെ വാപ്പാക്ക് വീട്ടിലുള്ള വഴി അറിയുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ മെമ്മറി ലോസായി പോയതാ, ചെറിയൊരു തകരാറ്. നമ്മൾ അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കഴിയാണ്. മനുഷ്യരൊരിക്കലും എനിക്കെല്ലാം പെർഫെക്റ്റ്, എനിക്കെല്ലാമായി എന്നൊരിക്കലും പറയാൻ കഴിയില്ല. അള്ളാഹുവേ അൻസൽ ഗനിയ്യു വനഹ്നുൽ ഫുഖറാ, നീയാണ് പടച്ചവനെ ഐശ്വര്യമുള്ളവൻ, ഞങ്ങളൊക്കെ ഫക്കീർമാരാണ്. എന്താ ഫക്കീർ എന്ന് പറഞ്ഞാൽ? ആവശ്യക്കാരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച നീ നിലനിർത്തി തന്നേ പറ്റൂ. ഡോക്ടർമാർ പറയും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അള്ളാഹു കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് നിലനിർത്തി തരട്ടെ. കേൾവിയും ബുദ്ധിയും ഓർമ്മയും നമ്മുടെ ചിന്തയും മാനസിക ആരോഗ്യവും ശരീരത്തിൻ്റെ ആരോഗ്യവും ഒക്കെ അള്ളാഹു നമുക്കും മക്കൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനാത്തുകൾക്കും സർവ്വ മനുഷ്യർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. എന്തായിരിക്കും അതിൻ്റെയൊക്കെ ദുരന്തം ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ പരസ്പരം ഡിപ്പെൻഡൻ്റാണ്. നമ്മുടെ ഫാമിലി, ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ വിവാഹം കഴിക്കണം. ചെറുപ്പക്കാർ ചിലപ്പം പറയും കല്യാണമൊന്നും വേണ്ട, എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടാൽ മതി, താനെ വരും എനിക്കൊന്ന് കല്യാണമൊക്കെ ഒന്ന് ആലോചിക്കണമെന്ന് കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ. മനുഷ്യനെ പ്രകൃതം അള്ളാഹു അങ്ങനെ പഠിച്ചത്. കല്യാണം കഴിച്ചാൽ ഞങ്ങൾക്കിപ്പോൾ കുട്ടികളൊന്നും വേണ്ടെന്ന് പറയും, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടാൽ മതി. പിന്നെ അവരായിട്ട് ആഗ്രഹിക്കും. അതിനിടയ്ക്ക് എന്തെങ്കിലും അത് കുട്ടികൾക്ക് ജന്മമുണ്ടാകുന്ന ഇതിനെ തടസ്സമാകുന്നതൊന്നും ശരീരത്തിൽ ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. പിന്നീട് ബോധ്യപ്പെടും മക്കൾ വേണമെന്ന്. ഒരു ക്യാമ്പസിലെ ഒരു മിസ് ക്യാമ്പസായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയുണ്ട് നമ്മുടെ നാട്ടിൽ. ആ കോളേജിൻ്റെ പേര് എനിക്കറിയാം, ഞാൻ പറയുന്നില്ല. കല്യാണം കഴിച്ചപ്പോൾ ഗർഭമായി. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യവും അതിൻ്റെ ആ വടിവൊക്കെ ഒന്ന് കുഴപ്പമാവുമോ എന്ന് പേടിച്ചിട്ട് 3 മാസമോ 4 മാസമോ പ്രായമുള്ള ആ ഒരു കുഞ്ഞു പൈതലിൻ്റെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പറ്റിയില്ല. കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ട് കുട്ടീനെ പുറത്തെടുത്തു. എന്തിനെന്നറിയോ? ശരീര സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞപ്പോൾ, ആ കല്യാണം കഴിഞ്ഞപ്പോൾ അവർക്ക്, നമ്മുടെ കൗമല്ല പക്ഷേ ഒരു മനുഷ്യരല്ലേ ഇവരൊക്കെ, മിനിമം ഒരു 10-30 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 30 കൊല്ലമായി കാണും ഈ സംഭവം കഴിഞ്ഞിട്ട്. ഇതുവരെ കുഞ്ഞ് ഉണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അള്ളാഹു വലിയൊരു പാഠം കൊടുത്തതാണ്. അള്ളാഹു നൽകുന്നൊരു ജന്മത്തെ കത്രിക കൊണ്ട് മുറിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് പുറത്തെടുത്തു ആ കുഞ്ഞിനെ. അള്ളാഹു അങ്ങ് നിഷേധിച്ചു കളഞ്ഞു. സൗന്ദര്യം പോയി, ആയുസ്സും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, മക്കളില്ല. നമുക്ക് മക്കളുണ്ടാവണം. നമുക്ക് പിറകെ നമ്മുടെ തലമുറ നിലനിൽക്കണം. എനിക്ക് പ്രായമാകുമെന്ന് കൈപിടിക്കാൻ ഒരാൾ വേണം. മനുഷ്യൻ ഡിപ്പെൻഡൻ്റാണ്, നമ്മൾ ഫക്കീറാണ്, അള്ളാഹുവാണ് ഗനിയ്യ്. അള്ളാഹു എന്തുകൊണ്ട് പറഞ്ഞു മത്തഖദല്ലാഹു മിൻ വലദിൻ സുബ്ഹാന, അള്ളാഹുവിന് മക്കളില്ല. സുബ്ഹാന, പടച്ചവൻ അള്ളാഹുക്ക് മക്കളുണ്ടാവുകയോ? അള്ളാഹു എത്ര പരിശുദ്ധനാണ്. എന്തങ്ങനെ പറയാൻ കാരണം എന്നറിയോ? നമുക്ക് മക്കളുണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. പ്രായമാകുമ്പോൾ നമ്മൾ ചെറിയ മക്കൾ ഇപ്പോൾ സ്റ്റെപ്പൊക്കെ, ഇസ്ലാം സെൻ്ററിൻ്റെ സ്റ്റെപ്പുണ്ട് മേലെ കയറുന്ന, ഒരു 10 സ്റ്റെപ്പൊക്കെ ജമ്പ് ചെയ്യാൻ കഴിയുന്നൊരു പ്രായമുണ്ട്. പിന്നെ അത് 5ആയി മാറും, പിന്നെ 2, 3 ആയി മാറും, പിന്നെ ഒരു സ്റ്റെപ്പ്, പിന്നെ ആ 2ാമത്തെ സ്റ്റെപ്പ് ഒരു 2 മിനിറ്റ് നിന്നിട്ടേ പോകാൻ കഴിയുള്ളൂ. പിന്നെ അങ്ങനത്തെ അവസ്ഥ വരും. പിന്നെ സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത അവസ്ഥ വരും. കൈപിടിക്കാൻ ആൾ വേണം. മനുഷ്യൻ അങ്ങനെയാണ് അല്ലാഹു തആല കൊണ്ടുപോകുന്നത്. പിന്നെ കിതപ്പ് വരും, നടക്കാനും പറ്റില്ല, പിന്നെ ഇരിക്കേണ്ടി വരും, പിന്നെ കിടപ്പ്, പിന്നെ അങ്ങനെ മരണത്തിലേക്ക് നീങ്ങാം. മനുഷ്യൻ്റെ ഡിപ്പെൻഡൻസ് മക്കളിലൂടെയാണ് അവർ കാണിക്കുക. അവർക്കതാണ് ഇഷ്ടം. എൻ്റെ മോൻ, എൻ്റെ മകൾ, എൻ്റെ മകൻ, എനിക്ക് അവരുണ്ടല്ലോ എന്നൊരു തോന്നൽ മനുഷ്യന് വരും. എൻ്റെ ലെഗസി, എൻ്റെ നന്മയും എൻ്റെ ഗുണവും എൻ്റെ പാരമ്പര്യവും നിലനിർത്താൻ ഒരാൾ വേണം. അള്ളാഹുക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹു തആല ഒരു മകൻ്റെ മേൽ ഡിപ്പെൻഡൻ്റ് ആണെന്നാണോ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് മക്കൾ ആവശ്യമാണ് നിങ്ങളുടെ നിലനിൽപ്പിന്. അള്ളാഹുവിനെ പറ്റി നിങ്ങൾ അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? സുബ്ഹാന, അള്ളാഹു ഗനിയല്ലേ, ഗനിയായ അള്ളാഹു അള്ളാഹ്ക്ക് എന്തിന് മക്കള്? ഈസാ നബി അലൈഹിസ്സലാം മകനാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അള്ളാഹു കോടിക്കണക്കിന് മക്കളെ ഉണ്ടായിക്കൂടായിരുന്നോ? എന്തേ ഒരു മകൻ മാത്രം? അല്ല, അള്ളാഹുവിന് മക്കളില്ല. അള്ളാഹുവിൻ്റെ മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു, അള്ളാഹു ജല്ല ജലാലുവിൻ്റെ ദാത്തിൻ്റെ ഭാഗമാണത് വരിക, അല്ലേ? വാപ്പയുടെ ശരീരത്തിൻ്റെ ഭാഗമല്ലേ മക്കള്? അങ്ങനെ വരികയാണെങ്കിൽ ദിവ്യമായ ഒരു അംശം ഒരു സൃഷ്ടിയിൽ വരിക എന്ന് വരും. അത് രണ്ടും യോജിക്കൂല. ദിവ്യമൊന്ന് വേറെയാണ്, സൃഷ്ടിയൊന്ന് വേറെയാണ്.
അതുകൊണ്ട് അള്ളാഹ്ക്ക് മക്കളുണ്ടെന്ന് പറയാൻ പാടില്ല. ഖുർആൻ എത്ര തകാദു സമാവാതു വൽ അർളു അൻ യതഫത്തർന, ആകാശഭൂമികൾ പൊട്ടിപ്പിളരുകയാണ്, അൻദഉ ലിർറഹ്മാനി വലദ, അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് അവർ പറഞ്ഞു കേട്ടപ്പോൾ ആകാശവും ഭൂമിയും പൊട്ടിത്തെറിയും. അള്ളാഹുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. റബ്ബ് തആല അള്ളാഹുവിൻ്റെ എൻറ്റിറ്റി, പടച്ച തമ്പുരാൻ്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയരുത്, ഒരിക്കലും പറയാൻ പാടില്ല. അള്ളാഹുവിന് മക്കളില്ല. ലം യലിദ് വലം യൂലദ്. അള്ളാഹ് സൃഷ്ടാവാണ്, നമ്മൾ സൃഷ്ടികളാണ്. ഇൻ തക്ഫുറൂ അൻതും വമൻ ഫിൽ അർളി ജമീഅൻ ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. സൂറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇൻ തക്ഫുറൂ അൻതും വമൻ ഫിൽ അർളി ജമീഅ. മക്കക്കാരായ ആളുകളെ, മദീനക്കാരായ ആളുകളെ, അറേബ്യയിലെ ഖുർആനിൻ്റെ അഭിസംബോധിതരായ ആളുകളെ, നിങ്ങളും വമൻ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും, ഇൻ തക്ഫുറു, നിങ്ങളൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കണമെന്ന് തീരുമാനിച്ചു എന്നിരിക്കട്ടെ. എല്ലാവരും വിചാരിച്ചു നമുക്ക് ഞാൻ അള്ളയും പഠിച്ചോളൊന്നും വേണ്ട, നിസ്കാരമൊന്നും വേണ്ട എന്ന് എല്ലാവരും അങ്ങ് ഫ്രീ തിങ്കേഴ്സായി മാറി എന്ന് വിചാരിക്കാം. എന്താ സംഭവിക്കുക ഇവിടെ? ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. അള്ളാഹ്ക്ക് നിങ്ങളെ ആവശ്യമില്ല കേട്ടാ. അള്ളാഹുവിന് നിങ്ങൾ ആവശ്യമില്ല. അള്ളാഹു ഗനിയാണ്, ഐശ്വര്യവാനാണ്. നിങ്ങൾ വിചാരിക്കണ്ടോ നിങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് ഇങ്ങ് പവറോടെ കൂടെയാണ്, സബ്സ്ക്രൈബേഴ്സ് കൂടണ പോലെ? അള്ളാഹ്ക്ക് അതില്ല. ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. നിങ്ങൾ അൽഹംദുലില്ലാ അള്ളാഹ്ക്ക് പറഞ്ഞാൽ നിങ്ങളുടെ നാവ് കൊണ്ട് അൽഹംദുലില്ലാ നിങ്ങൾ പറഞ്ഞില്ല. മുസ്ലിം അല്ലേ ഇത് പറയുന്നുള്ളൂ, അല്ലെങ്കിൽ അള്ളാഹുവിനനുസരിക്കുന്ന ആളല്ലേ ഇത് പറയുന്നുള്ളൂ. അള്ളാഹു നിങ്ങളാരും പറഞ്ഞില്ലെങ്കിലും അള്ളാഹു സർവസ്തുതിയും അർഹിക്കുന്നവനാണ്. ഗനിയ്യുൻ ഹമീദ്. അള്ളാഹുവിന് നിങ്ങൾ ആവശ്യമില്ല. നിങ്ങളാ ചെയ്യുന്നത് നിങ്ങൾക്കാണ്. സുബ്ഹാന ജല്ല ജലാലു. അതുകൊണ്ട് അള്ളാഹു ഗനിയാണ്, അള്ളാഹു ഗനിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഹബീബായ നബി തങ്ങളോടൊരു ഉപദേശം ചോദിച്ച ആൾക്ക് നബി തങ്ങൾ കൊടുത്ത ഉപദേശം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരേണമേ, ഞാനത് ചെയ്താൽ ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടണം, അള്ളാഹും എന്നെ ഇഷ്ടപ്പെടണം. അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു തരൂ നബിയെ. ദുല്ലനി അലാ അമലിൻ ഇൻ അമിൽതുഹു അഹബ്ബനില്ലാഹു വഅഹബ്ബനിന്നാസ്. ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടണം, അള്ളാഹുവും ഇഷ്ടപ്പെടണം. അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞു തരൂ നബിയെ. ഇതാർക്കാണ് ഇഷ്ടമില്ലാത്തത്? നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെയല്ലേ? പടച്ചവൻ നമ്മളെ പറ്റി ഇഷ്ടപ്പെടണം, മനുഷ്യർ നമ്മളെ ഇഷ്ടപ്പെടണം. ഇതിനെന്താ വേണ്ടത്? എന്താ വേണ്ടത്? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇർഗബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ജനങ്ങളുടെ കയ്യിലുള്ളതിൽ നിന്ന് നീ നിൻ്റെ ആശ മുറിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കല്ല. ഒരാൾ എനിക്ക് തരണം, അയാളിൽ നിന്ന് എനിക്കെന്തെങ്കിലും ഔദാര്യം കിട്ടണം എന്നൊരിക്കലും ചിന്തിക്കല്ലേ. പിന്നെ ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുക്കല്ലാഹ്, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുക്കല്ലാഹ്. നമ്മുടെ ഏത് പ്രവർത്തനങ്ങളുടെയും ആകത്തുക കുറച്ച് പൈസ ഉണ്ടാക്കണം, എന്തെങ്കിലും നമുക്ക് വരുമാനം വേണം, നമുക്കെന്തെങ്കിലും ഉണ്ടാക്കണം, എനിക്കൊരു മുതലാളിയാവണം, ഈ ചിന്ത മനസ്സിൽ നിന്ന് എടുത്തു കളയും. അള്ളാഹു നിനക്ക് ഐശ്വര്യം തരും, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും. വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുക്കന്നാസ്. ഒരാളെ കാണുമ്പോഴും അയാളെ കീശയിൽ എന്തെങ്കിലും ഇങ്ങോട്ട് പോരണം, അത് അള്ളാഹു കണക്കാക്കി മാത്രമേ കിട്ടൂ. അള്ളാഹ് കണക്കാക്കിയ നീ വിചാരിച്ചില്ലെങ്കിൽ ഇതിൻ്റെ മുമ്പിലേക്ക് ഇത് എത്തും ചെയ്യും. അള്ളാഹ് കണക്കാക്കിയിട്ടില്ലേ, വെറുതെ മസ്കടിച്ച് നടന്നിട്ട് കാര്യമുണ്ടോ? കിട്ടൂല. ചമച്ച എന്നൊക്കെ പറയില്ല ആൾക്കാർ. ഈ ചമച്ചപ്പണി എടുത്തിട്ടൊന്നും കാര്യമില്ല. അള്ളാഹുവിടെ എഴുതി വെക്കാതെ ഒരു സാധനം കിട്ടൂല. അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടോ ഇസ്സത്തിൽ അത് കിട്ടും ചെയ്യും. നിങ്ങൾ പിന്നാലെ പോകേണ്ട കാര്യമില്ല. ഒരു മനുഷ്യൻ ഒരാളെ ഡിപ്പെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ അവിടെ അടിമയാണ് എന്ന് പറയാം. തക്കുൻ അസീറൻ ഇദഹ്തജ്ത ഇലൈ. ഒരാളെ ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാര്യം നടക്കണം, അത് ഇയാളെ ചെയ്തെന്നാലേ നടക്കുള്ളൂ. ഫ്രീ ആയിട്ട് ആ മനുഷ്യനിൽ നിന്ന് ഔദാര്യം കിട്ടിയെങ്കിലേ എൻ്റെ കാര്യം നടക്കുള്ളൂ എന്ന് വെച്ചോ, ആ മനുഷ്യനിൽ നിന്ന് അള്ളാഹു നിങ്ങളെ മാറ്റി നിർത്തും. നിങ്ങൾക്ക് കണ്ട് അടുക്കാൻ കഴിയില്ല. അടുത്തു കഴിഞ്ഞാലും ആ മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ട കാര്യം ചെയ്തു തരില്ല. പുറമെ നിങ്ങളവിടെ അടിമയായി മാറുകയാണ്. നേരെ മറിച്ച് എൻ്റെ കാര്യം ഞാൻ അള്ളാഹുലേക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഔദാര്യത്തെക്കുറിച്ചേ പറയുന്നത്. ഔദാര്യം വാങ്ങിക്കരുത്. ജോലി ചെയ്ത ശമ്പളം വാങ്ങിക്കുക, നിങ്ങൾ വായ്പ കൊടുക്കുന്നു വാങ്ങിക്കുന്നു, കടമെടുക്കുന്നു വാങ്ങിക്കുന്നു, ഇതല്ല വിഷയം. ഔദാര്യം വെറുതെ കിട്ടണം എന്ന ചിന്തിക്കുന്ന ഒരു ആലസ്യഭാവം, ഇതൊരിക്കലും
അള്ളാഹുവിന് ഇഷ്ടമല്ല. നിങ്ങൾ നിങ്ങളെ നിസ്സാരപ്പെടുത്തല്ലേ, നിങ്ങൾ അടിമയായി മാറുകയാണ്. നമുക്ക് അർഹതയില്ലാത്തത് പ്രതീക്ഷിക്കുക ഒരാളിൽ നിന്ന് ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് എൻ്റെ ഹക്ക്, എൻ്റെ അവകാശം അത് ഞാൻ ചോദിക്കുന്നു. ഒരു മനുഷ്യനോട് ചോദിക്കാം, അതല്ല പടച്ചവനെ ഞാനത് അവർക്ക് വിട്ടുകൊടുത്തു, നീ എനിക്ക് തരയണമേ പടച്ചവനെ. അള്ളാഹുലേക്ക് നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആവുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യും, നിങ്ങൾ സ്വതന്ത്രനായി നിങ്ങൾക്ക് ജീവിക്കാനും കഴിയും. അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റാണ്, ഒരു തരം അടിമത്തം വരും, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നത്. അൽ മുഅ്മിനു ലാ യുദില്ലു നഫ്സഹു, ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും സ്വന്തം ശരീരത്തെ നിസ്സാരപ്പെടുത്തൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്സത്ത് വിട്ട് കളിക്കരുത്, ഇസ്സത്ത് വിട്ട് കളിക്കാൻ പാടില്ല. അൽ മുഅ്മിനു ലാ യുദില്ലു നഫ്സഹു, ഒരു മുഅ്മിനായ മനുഷ്യൻ സ്വന്തം ശരീരത്തെ നിസ്സാരപ്പെടുത്തുകയില്ല എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم لا تجعل حوائجنا إلا إليك ودلنا بك عليك. അങ്ങനെ ദുആണ്ട് ഉലമാ ദുആക്കാൻ പഠിപ്പിച്ച ദുആയാണ്. اللهم لا تجعل حوائجنا إلا إليك. അള്ളാഹുവേ ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഒരുപാട് ആവശ്യം, കുട്ടികളെ കെട്ടിക്കാണ്ട്, സ്കൂള് ചേർത്താനുണ്ട്, ഭാര്യ ഗർഭമായിരിക്കാൻ, പ്രസവിക്കണം, കല്യാണമായിട്ടില്ല കല്യാണം കഴിക്കണം, ജോലി ആയിട്ടില്ല ജോലി വേണം, ജോലി നഷ്ടപ്പെട്ടതാണ് പകരം എന്തെങ്കിലും കിട്ടണം, കച്ചവടം തുടങ്ങിയിട്ടുള്ളൂ നഷ്ടത്തിലാണ്, അള്ളാഹുവേ അതിൽ ബർക്കത്ത് വേണം. ഇതൊക്കെ നമ്മുടെ ഹവായിജുകളാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഹവായിജനാ ഇല്ലാ ഇലൈക്. അള്ളാഹുവേ ഞങ്ങളുടെ ഹാജത്തുകൾ നീയായിട്ട് നിറവേറ്റി തരണേ പഠിച്ചോനെ. കച്ചവടം ഉണ്ടാണെന്ന് പറഞ്ഞാൽ ടിക്ടോക്കിൽ വന്ന കച്ചവടം ഉണ്ടാവും, അവർ തവക്കുലാക്കാൻ പറ്റൂല, അത് സബബായിരിക്കാം. അവരുണ്ടെങ്കിൽ അവർ കുറച്ച് റിവ്യൂ വന്നാലാണ്, അവരുടെ കുറച്ച് ഫോളോവേഴ്സ് വന്നാലേ കച്ചവടം ഉണ്ടാവുള്ളൂ. അന്ന് ചിലപ്പോൾ കുക്കർ വെച്ചിട്ട് ഉപ്പ് കയറും, ആൾക്കാരടിച്ച് കയറി വരികയാണ്. ഇതാണോ ഈ പറഞ്ഞത്? കിട്ടൂല. ഇതൊക്കെ മനുഷ്യന്മാരുടെ ഇടപെടലല്ലേ. ഭക്ഷണത്തിൽ എന്തെങ്കിലും ചെറിയൊരു ഫോൾട്ട് നമ്മൾ വിചാരിക്കാത്തത് വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കുക്കിൻ്റെ തലേന്ന് ഒരു മുടി കറിയിലേക്ക് വിടും, അതാണ് അയാളപ്പ് റിവ്യൂ ചെയ്ത് വിടൂലേ. ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ലേ. അപ്പോൾ നിങ്ങൾ തവക്കുലാക്കുന്നത് ആരെയാവണം? അള്ളാഹുവിനെ ആവണം. നിങ്ങൾ ഇവരൊക്കെ വിളിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു പബ്ലിസിറ്റി ചെയ്യുന്ന പ്രൊമോഷൻ പബ്ലിസിറ്റി അതൊന്നും കുഴപ്പമൊന്നുമില്ല. തവക്കുൽ ഓരോ തലയിൽ കൊണ്ടേ വെക്കരുത്, അത് അള്ളാഹുവിൻ്റെ അടുത്താണ് കൊടുക്കേണ്ടത്. അള്ളാഹു നിന്നെ തവക്കുലാക്കി പടച്ചോനെ, എന്നിട്ട് ഞാൻ ഇറങ്ങുകയാണ്. പിന്നെ ബാക്കി കാരണങ്ങളൊക്കെ നല്ല പ്രൊഫഷണൽസിനെ ജോലിക്ക് വെക്കുന്നു, നല്ല വൃത്തിയുള്ള കിച്ചൺ റെഡിയാക്കുന്നു, ഒക്കെ റെഡിയാണ്. കാര്യം പബ്ലിസിറ്റിയും പ്രൊമോഷനും ഒക്കെ കൊടുക്കുന്നു, അൽഹംദുലില്ലാ. മാർക്കറ്റിങ്ങും നടക്കുന്നു, ഒന്നും പ്രശ്നമില്ല. തവക്കുൽ അള്ളാഹുവിൻ്റെ മേലാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഹവായിജനാ ഇല്ലാ ഇലൈക്. അള്ളാഹു ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിന്നിലേക്ക് മാത്രമാണ് റബ്ബേ. വദുല്ലനാ ബിക അലൈക്. നീ നിൻ്റെ മേൽ ഞങ്ങൾ അറിയിച്ചു തരണേ പടച്ചവനെ. അതൊരു ഭയങ്കര വാക്കാണ്. വദുല്ലനാ ബിക അലൈക്. നീ അള്ളാഹുവേ, നിൻ്റെ ജലാലായ അള്ളാഹുവേ, ജലീലായ അള്ളാഹുവേ, നിന്നെ ഞങ്ങൾക്ക് നീയായിട്ട് അറിയിച്ചു തരണമേ. മനസ്സിലായോ എന്താണ് പറയണത്? അല്ലാഹുമ്മ ദുല്ലനാ ബിക അലൈക്. അള്ളാഹുവിനെ പറ്റി അറിയണം. അതിന് അള്ളാഹു ചില വഴികൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടരണം. അപ്പോഴേ നമുക്ക് അള്ളാഹിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും അസ്മാഉൽ ഹുസ്നയുടെ ക്ലാസ്സുകളോ അല്ലെങ്കിൽ ഖുർആൻ്റെ ക്ലാസ്സുകളോ ദിക്റിൻ്റെ ക്ലാസ്സുകളോ വഅലുകളോ മജ്ലിസുകളോ, അതിൽ ഇൽമുള്ളൊരു മജ്ലിസിൽ പോയി ഇരിക്കാൻ ഭാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു തരുന്ന തൗഫീഖാണ്. വലു അലിമ അല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും. അള്ളാഹു അവരിലൊരു നന്മയുണ്ട് എന്ന് അള്ളാഹുവിനറിയുമെങ്കിൽ, അള്ളാഹ്ക്ക് അറിയാലോ അത്, ലഅസ്മഅഹും, അള്ളാഹുവിനെ പറ്റി കേൾക്കാൻ അവസരം അള്ളാഹു അവർക്ക് കൊടുക്കും. അള്ളാഹുവിനെ പറ്റി അറിയാൻ അവസരം അള്ളാഹു അവർക്ക് കൊടുക്കും. അല്ലാത്തവർ ആ സമയത്ത് വല്ല മാച്ചോ ഫുട്ബോളോ സിനിമയോ എന്തെങ്കിലും കണ്ടിട്ട് ടൈം കഴിയും.
അതുകൊണ്ട് റബ്ബിനോട് ചോദിക്കണം, വദുല്ലന ബിക അലൈക്, നിന്നെക്കൊണ്ട് നിൻ്റെ മേൽ ഞങ്ങൾക്ക് അറിയിപ്പ് നൽകണമേ, ഞങ്ങൾ അറിയിച്ചു നൽകണമേ. അല്ലാഹുമ്മ ലാ തജ്അൽ ഹവായിജനാ ഇല്ലാ ഇലൈക്. മഹാനായ അൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി തആല അലൈഹി താബിഈങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ്, മിൻ കിബാരി താബിഈൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം വരുന്ന ആളുകളാണ് താബിഈങ്ങൾ. അതിൽപ്പെട്ട മഹാനാണ് അൽ ഹസനുൽ ബസ്രി. ഇറാഖുകാരനാണ്. ബസ്രക്കാരെന്ന് പറഞ്ഞാൽ തന്നെ വലിയ ആതിഥ്യമുള്ള ആൾക്കാരാണ് ബസ്രക്കാർ. അവർ പട്ടിണിയാണെങ്കിലും അവർ ഒരേ ഒരു ആടിനെ ഡിപ്പെൻഡ് ചെയ്തവർ ജീവിക്കുകയാണെങ്കിൽ ഒരു അതിഥി വന്ന ആടിനെ അറുത്ത് കൊടുക്കൂര്. അങ്ങനത്തെ ആൾക്കാരാണ് ബസ്രക്കാർ. ഇപ്പം അടുത്ത് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ബസ്രക്കാർ ചെയ്ത് അന്ന് അവിടെ എന്തൊരു കളി എന്തോ നടന്നപ്പോൾ അവർ എല്ലാവർക്കും ഫ്രീ ഭക്ഷണം, വന്ന നാട്ടുകാർക്ക് മൊത്തം ഫ്രീ ഭക്ഷണം, ഫ്രീ ട്രാൻസ്പോർട്ട് എല്ലാം. അവർക്കത് കൊടുക്കാനുള്ള കെൽപ്പുണ്ടായിട്ടല്ല, ബസ്രക്കാർ അങ്ങനെയാണ്. അൽ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി തആല ഭയങ്കര ഹൈബത്തുള്ള മഹാനായിരുന്നു. അപ്പോൾ മഹാനവറുകളോട് ചോദിച്ചു, ബിമനിൽത ഹാദൽ മഖാം, ബഹുമാനപ്പെട്ടവർക്ക് വലിയ സ്ഥാനം, ഒരുപാട് ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള മഹാനാണ് അൽ ഹസനുൽ ബസ്രി തങ്ങൾ. ഹദീസിലെ അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെടും. ഹദീസിൻ്റെ ലോകത്ത് അത്ര വലിയ ആലിമാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ മഖാമിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചപ്പോൾ, ബിസ്തിഗ്നാഇ അൻ ദുന്യന്നാസ് വഹാജതിഹിം ഇലാ ഇൽമി, ജനങ്ങളുടെ ദുന്യാവ് ഞാൻ വേണ്ടാന്ന് വെച്ചു, അവർക്ക് എൻ്റെ ഇൽമ് കിട്ടൽ ആവശ്യവുമായി. അവർക്ക് എൻ്റെ ഇൽമ് കിട്ടണം, അവരെന്തായാലും എൻ്റെ കൂടെ നിൽക്കും. പിന്നെ അവരുടെ കയ്യിലുള്ള ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിസ്തിഗ്നാഇ അനിന്നാസ്, അങ്ങനെ ഞാൻ ചെയ്തതിൻ്റെ പേരിലാണ് അള്ളാഹു ഈ മഖാമിലേക്ക് എന്നെ ഉയർത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ. അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്. അള്ളാഹുവാണ് ഖനി. ആ ഖനിയിൻ്റെ ചില വിശേഷണങ്ങൾ നമ്മൾ സ്വാംശീകരിക്കുകയാണ്. അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു, മഹാൻ്റെ വീട്ടിലേക്ക് അവർ ഷാമിലായിരുന്നു. ഇസ്ലാമിക സൈന്യത്തിൻ്റെ നേതാവാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഷാമിൽ അവരുടെ വീട്ടിലേക്ക് സ്വഹാബിമാർ കയറി ചെന്നപ്പോൾ, അവിടുത്തെ താബിഈങ്ങൾ കയറി ചെന്നപ്പോൾ ഒരു ചെറിയ തോലുണ്ട് ഇരിക്കുന്ന ഒരു പിന്നെ മൃഗത്തിൻ്റെ ഒരു ലെതർ അവിടെ ഉണ്ട്. ഒരു റൊട്ടി കൊണ്ട് മൂടി വെച്ച ഒരു മൺകൂജയുണ്ട്. കൂജയിൽ വെള്ളമാണ്, ഇതിൻ്റെ മീതെ റൊട്ടിയാണുള്ളത്. പിന്നെ ഒരു വാൾ അവിടെ ഉണ്ട്, കാരണം യുദ്ധത്തിൻ്റെ നേതാവാണ്, യുദ്ധത്തിൻ്റെ കമാൻഡറാണ്. അപ്പോൾ ചോദിച്ചു, യാ അബാ ഉബൈദ മാ ഹാദാ, എന്താണിത്? നിങ്ങളൊരു കമാൻഡറല്ലേ, നിങ്ങൾ ഇത്രയും വലിയൊരു ഗവർണർ പോസ്റ്റിലിരിക്കുന്ന നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ കൊടുത്ത മറുപടി, ഹുവ ലിദ്ദുന്യ വഅലദ്ദുന്യ കസീർ, കഴിഞ്ഞ് ജീവിച്ചു പോകാനല്ലേ, ഇതൊക്കെ ധാരാളമല്ലേ എന്ന് പറഞ്ഞു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അലാ യുബല്ലിഗുനൽ മഖീൽ, നമുക്ക് ഉറങ്ങാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അത്ര മതി എന്ന് പറഞ്ഞു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ഇത് അങ്ങേയറ്റത്തെ ഉയർന്നൊരു മഖാമാണ് അബൂ ഉബൈദ തങ്ങളുടെ. എന്നാൽ മഹാനായ ഹസനുൽ ബസ്രി തങ്ങളുടെ കാലക്കാരനാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഭരണാധികാരിയാണ്. ദുന്യാവ് വേണ്ട എന്ന് വെച്ച ആളുകളുടെ നേതാവാണ്, സാഹിദീങ്ങളുടെ നേതാവാണ്. പക്ഷെ അവർക്ക് കൊട്ടാരമുണ്ടായിരുന്നു എന്നാണ്. ബഹുമാനപ്പെട്ടവർക്ക് സൈന്യമുണ്ട്, വേലക്കാരുണ്ട്, നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ മഹാനവറുകളെ ആ ഒരു മഖാമിലേക്ക് ഉലമാ തിരഞ്ഞെടുക്കാൻ കാരണം അദ്ദേഹം അതിനൊന്നും മൈൻഡ് കൊടുത്തിട്ടില്ല എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സാഹിദാണ്, കോടീശ്വരനല്ലേ ഉസ്മാൻ തങ്ങൾ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കോടീശ്വരനാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു 1000 ദീനാർ 1000 സ്വർണ്ണ നാണയമാണ് പുണ്യനബിയുടെ മുമ്പിൽ ഉസ്മാൻ തങ്ങൾ കൊണ്ടുവന്ന് ചൊരിഞ്ഞു കൊടുത്തത്. ജയ്ഷുൽ ഉസ്ര നടക്കുമ്പോൾ, തബൂക്കിലേക്ക് യുദ്ധം നടക്കുമ്പോൾ 1000 സ്വർണ്ണ നാണയം, 5 2 ഒന്നുമല്ല, 1000 സ്വർണ്ണ. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ കൈകൊണ്ട് കാന യുഖല്ലിബു, ഓരോന്നിങ്ങനെ എടുത്തിങ്ങനെ തിരിച്ചു മറിച്ച് വെച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, മാ ദറ ഉസ്മാന മാ ഫഅല ബഅദൽ യൗം, ഈ ഒരു സംഭാവന, ഇത്രയും വലിയൊരു സമ്പത്ത് ദീനിന് ഉസ്മാൻ എന്നവർ ചെയ്തില്ലേ, ഇനി മഹാനവറുകൾ എന്തു ചെയ്താലും അവർക്ക് കുഴപ്പമില്ല എന്നാണ് ആ വാക്കിനർത്ഥം. ഉസ്മാൻ തങ്ങൾ അങ്ങനെ ദീൻ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യൂല. പക്ഷെ നബി തങ്ങൾ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, മാ ദറ ഉസ്മാന മാ ഫഅല ബഅദൽ യൗം. 1000. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 1000 ഒട്ടകപ്പുറത്ത് കൊണ്ടുവന്ന സാധനങ്ങൾ മദീനക്കാർക്ക് മുഴുവൻ വിതരണം ചെയ്തിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അപ്പോൾ സ്വഹാബികൾ അങ്ങനെ ചെയ്ത് എന്തേ? കാരണം അവരെ കൊണ്ടുവന്നതും സമ്പാദിച്ചതും
അള്ളാഹുവിൻ്റെ വഴിയിൽ കൊടുക്കാനാണ്, പാവങ്ങളെ സഹായിക്കാനാണ്. അവർ മുതലാളിമാരായിരുന്നു, പക്ഷെ അവരുടെ ഖൽബിലേക്ക് അത് കടന്നിട്ടില്ല. ഇതാണ് ദീനിൻ്റെ അടിസ്ഥാനം. ഖൽബിലേക്ക്, ഹൃദയം കൊണ്ട് ഇങ്ങനെ മുതലിനെ സ്നേഹിക്കുക. വല്ലാണ്ട് വണ്ടിയൊക്കെ തൊത്തി തുടച്ച് ഇങ്ങനെ മിനിക്ക് അതിൻ്റെ വിര വെക്കുമ്പോഴത്തേനും ബോധം കെട്ട് വീഴുക, ഇതൊന്നും വേണ്ട. അതൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വണ്ടി ആയാൽ കുത്തി പൊളിയൊക്കെ ചെയ്യുമോ, സ്വാഭാവികമാണ്. എപ്പോഴും എന്ത് ചെയ്യാൻ, എന്തെങ്കിലും ഒരു സമ്പത്തോ കാര്യമുണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുക, എപ്പോഴും അതിനോട് വല്ലാത്തൊരു സ്നേഹം. അങ്ങനെ വേണ്ട, പാകത്തിന് മതി. ആ പഴയ കാറിൻ്റെ കഥ പറഞ്ഞില്ലേ, പുതിയത് കിട്ടിയപ്പോൾ പഴയത്, ആ പഴയ കാറിൻ്റെ വാല്യൂ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. ആ ഒരു വാല്യൂ നമ്മുടെ ഖൽബിൽ ഇതിനൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യാൻ പറഞ്ഞു അതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർ അള്ളാഹു ജിന്നുകളെയും ശൈത്താന്മാരെയും അടിമകളാക്കി കൊടുത്തു എന്നാണ്. പിന്നെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വളരെ കുറവല്ലേ ഉള്ളൂ. അത്രയും മഹാനവറുകൾക്ക് വലിയൊരു കിച്ചൺ ഉണ്ടായിരുന്നു. ഒരു വിഭാഗം ശൈത്താന്മാരെ ബഹുമാനപ്പെട്ടവർ ഉപയോഗിച്ചതിനെ വലിയ വലിയ ഖുദൂരി റാസിയാത്ത്, വലിയ വലിയ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയെ കൊടുത്തത്. എന്തിനെന്നറിയോ? സുലൈമാൻ നബിക്ക് തിന്നാനല്ല, മഹാനവറുകൾ റൊട്ടിയും കല്ലുപ്പുമാണ് കഴിച്ചിരുന്നത് എന്നാ. പക്ഷേ മഹാനവറുകളുടെ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് തിന്നാൻ കൊടുത്തിരുന്നത് അന്നത്തെ ബിരിയാണിയും അന്നത്തെ വലിയ വലിയ സംഭവങ്ങളായിരുന്നു. മാംസവും മറ്റു മനോഹരമായ മധുരമുള്ളതും അല്ലാത്തതുമായ പഴവർഗ്ഗങ്ങളും ഭക്ഷണവും ധാന്യവും ഇതൊക്കെ വിളമ്പിക്കൊടുക്കുന്ന വലിയ കിച്ചൺ ഉണ്ടായിരുന്നത് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. വലിയ മുതലാളിയായിരുന്നു. പക്ഷേ തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ. അല്ലാഹു റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹ്. പടച്ചവനെ, നീ എനിക്ക് ശുക്ർ ചെയ്യുന്ന, നിനക്ക് ശുക്ർ ചെയ്യുന്ന ഒരു അടിമയായി എന്നെ മാറ്റിത്തരയണമേ എന്ന് ദുആ ചെയ്ത മഹാനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൻ അസ്ബഹ മിൻകും ഫീ ജസദിഹി ആമിന من أصبح معافا في جسده آبنا في سربه عنده قوت يومه فكأنما حيزت له الدنيا بحذافيرها. കോൺഫിഡൻസ് ബൂസ്റ്റിംഗ് എത്രത്തോളം കിട്ടുന്നൊരു ഹദീസ് വേറല്ല. നമ്മൾ ഏറ്റവും നല്ല പൊസിഷനിലാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ, അത്ര നല്ല ഒരു അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ നബി തങ്ങൾ പ്രേരിപ്പിക്കുന്ന ഒരു ഹദീസാണിത്. മൻ അസ്ബഹ മിൻകും ആമിനം ഫി സിർബിഹി മുആഫൻ ഫി ജസദി. പലതരത്തിലും ആ വാക്കുകൾ വന്നിട്ടുണ്ട്. മുആഫൻ ഫി ജസദിഹി ആമിനം ഫി സിർബിഹി ഇൻദഹു ഖൂതു യൗമി. അങ്ങനെയും ആശയമൊക്കെ ഒന്നാണ്. നിങ്ങൾ നേരം വെളുക്കുമ്പോൾ നിങ്ങളുടെ വീടിൽ നിങ്ങളുടെ വീട്ടിനുള്ളിൽ നിങ്ങൾ സുരക്ഷിതരാണെങ്കിൽ, നേരം വെളുത്തു എണീറ്റു, കുഴപ്പമൊന്നുമില്ല, കയ്യും കാലൊക്കെ ഓക്കെയാണ്, മുആഫൻ ഫി ജസദി. വീട് പൊളിഞ്ഞു വീണിട്ടില്ല, ശരീരത്തിന് കാര്യമായ അസുഖമൊന്നുമില്ല, ജലദോഷം പനി അതൊക്കെ നോർമൽ, ഒന്നും കൂട്ടാൻ പറ്റില്ല. മുആഫൻ ഫി ജസദിഹി വഇൻദഹു ഖൂതു യൗമിഹി. ആ ദിവസം നേരം വെളുത്തില്ലേ, ഈ ദിവസം രാവിലെ മുതൽ രാത്രി ഉറങ്ങാനാവുന്നത് വരെ നിങ്ങൾക്കും മക്കൾക്കും കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ വക നിങ്ങളുടെ കയ്യിലുണ്ട്. നാളേക്കുണ്ട് എന്നല്ലേ പറഞ്ഞത്? ഖൂതു യൗമിഹി, അന്നത്തെ ദിവസം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും നിങ്ങളുടെ കൈകളിൽ കിട്ടിയതിന് തുല്യമാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പൈസ ഉണ്ടെന്ന് വിചാരിക്കുക, കിടന്നുറങ്ങാനൊരു ബെഡ്, 10 ബെഡുമേ കിടക്കാൻ പറ്റുമോ മുതലാളി എന്ന് വിചാരിച്ചിട്ട്? ഒരു ബെഡിലല്ലേ, തടി എത്രക്കല്ലേ ഉള്ളൂ. ആമിനം ഫി സിർബി, ശരീരം ആരോഗ്യമുണ്ട്, അതല്ലേ വേണ്ടു. അൽഹംദുലില്ലാ. വഇൻദഹു ഖൂതു യൗമി, പൈസ ഉണ്ടെന്ന് വെച്ചാൽ 5 ദിവസത്തെ ഫുഡ് ഒരു ദിവസം തിന്നാൻ പറ്റുമോ? ആ ഒറ്റ ദിവസത്തെ എല്ലാം അന്ന് കഴിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നാളെ മറ്റന്നാളത്തത് ഞാൻ ഇന്ന് കഴിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുമോ? അതൊക്കെ ഇല്ല. അന്ന് കഴിക്കാനുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ട്. ശരീരത്തിന് ആരോഗ്യമുണ്ട്, കാര്യമായ അസുഖമൊന്നും ആയിട്ടില്ല, വീട് പൊളിഞ്ഞു വീണിട്ടില്ല. അത് വാടകയാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും വില്ലയാണെങ്കിലും ഫ്ലാറ്റാണെങ്കിലും ഇതൊന്നും വിഷയമല്ല. നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? നമ്മൾ നാളുണ്ടോ മറ്റന്നാളുണ്ടല്ലോ, പിന്നെ അടുത്ത കൊല്ലം എന്താ? നമ്മൾ ഇതിനെ ടെൻഷൻ അടിക്കണത്. സുബ്ഹാനല്ലാഹ്, അത് അള്ളാഹിൻ്റെ അടുത്തുള്ള വിഷയമാണ്. അത് നമ്മൾ ആലോചിച്ചാൽ പിടുത്തം കിട്ടൂല. ആലോചിച്ച് ടെൻഷനാവുന്നല്ല, അതിന് പരിഹാരമുണ്ടോ? നാളെ ഇപ്പോൾ എന്താവും, മറ്റന്നാൾ എന്താവും, അതിൻ്റെ പിറ്റേന്ന് എന്താവും, അന്ന് ഞാനുണ്ടോ നിങ്ങളുണ്ടോ ലോകമുണ്ടോ ഒന്നും അറിയില്ല.
പക്ഷെ നമ്മൾ അതിനാണ് ടെൻഷൻ വെറീഡായിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ മക്കൾ ജനിക്കുമ്പോഴേക്കും അള്ളാഹിൻ്റെ മോളിഞ്ഞ് കെട്ടിക്കണ്ട, അപ്പം ഞാൻ എന്താ ചെയ്യുക, അന്നിപ്പോൾ എനിക്ക് പറ്റിയ മരോനെ കിട്ടുമോ, അന്നിപ്പോൾ എത്രയായിരിക്കും പിന്നെ എനിക്ക് കൊടുക്കേണ്ടി വരും, പൊന്നെത്ര കൊടുക്കേണ്ടി വരും, അന്ന് എത്ര ഇപ്പം ഇങ്ങനെ പോക്ക് പോയാൽ എൻ്റെ കുട്ടിനെ കെട്ടിക്കാനാകുമ്പോൾ എത്ര കാരം പവന് വില, ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ അപ്പം വരുമ്പോൾ നോക്കുന്നല്ലാണ്ട് വഇൻദഹു ഖൂതു യൗമിഹി, എത്ര മതി, അന്നത്തെ ദിവസത്തെ കഴിയാണ് ഭക്ഷണം ഉണ്ടോ. നമ്മൾ ഗനിയാണ്, ഐശ്വര്യമാണത്. അതുപോലുമില്ലാത്ത എത്ര മനുഷ്യന്മാർ ലോകത്തുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര ആളുകളുണ്ട് കഷ്ടപ്പെടും, രോഗത്തിൽ കിടക്കുന്ന പാവ മനുഷ്യന്മാർ. ഞാനൊരു ചെറുപ്പക്കാരനെ സന്ദർശിക്കുകയുണ്ടായി കഴിഞ്ഞ ശനിയാഴ്ച രാത്രി. വളപട്ടണം അടുത്ത് പപ്പനിശ്ശേരി ഭാഗത്താണ്. ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിൻ്റെ അടുത്തായിരുന്നു പ്രോഗ്രാം. പക്ഷെ അത് കഴിഞ്ഞ് റിയാസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ദുബൈയിലുണ്ടായിരുന്നു കുറച്ച് കാലം. 35 വയസ്സായിട്ടുള്ളൂ. നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ. പക്ഷെ വീൽ ചെയറിലാണ്, ഒരു കാല് വർക്ക് ചെയ്യുന്നില്ല, 2 ഹിപ്പും ഡാമേജാണ്. 10 ലക്ഷം രൂപ വേണം ചികിത്സിക്കാൻ. 1.5 ലക്ഷം എങ്ങാനും ആയിട്ടുണ്ട്. അതിനുള്ളിൽ സ്റ്റീല് വെച്ചിട്ട് ആ എടുപ്പൊന്ന് ശരിയാക്കണം. അപ്പോഴേക്കും ഒരു ഡിസ്കിന് പ്രശ്നം വന്നിട്ടുണ്ട്, ഹാർട്ടിന് അറ്റാക്കിൻ്റെ പ്രശ്നമുണ്ട്, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടി മരുന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ചെറിയ മക്കൾ, ഒരു കുട്ടി, 2 മക്കൾ ഉറങ്ങുന്നില്ല. ഞങ്ങളുടെ എത്തിയപ്പോഴേക്കും രാത്രി 1 മണിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 വയസ്സോ 3 വയസ്സോ ഉള്ള കുട്ടി, ഒരു 5 വയസ്സോ 6 വയസ്സോ ഉള്ള കുട്ടി, ഭാര്യയും. ഇവർ ഒരു വാടക വീട്ടിൽ, അതൊരു ഹിന്ദു സഹോദരൻ്റെ വീടാണ്. ആ സഹോദരൻ നോക്കണേ, അവരുടെയൊക്കെ സുമനസ് നോക്കണം. നിങ്ങൾ ഇങ്ങനൊരു പ്രയാസത്തിലല്ലേ, എനിക്ക് വാടക വേണ്ടാന്ന് പറഞ്ഞ് ആ ഹിന്ദു സഹോദരൻ വാടക വരെ വാങ്ങിക്കാതെ 6 മാസത്തോളമായി എന്ന് പറഞ്ഞു. വാടക വേണ്ടാന്ന്. നമ്മളവിടുത്തെ SKSFൻ്റെ പ്രവർത്തകരെ കൂടി അവർക്ക് ആവശ്യമായ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ ചെറുപ്പക്കാരൻ ഭയങ്കര ആത്മവിശ്വാസമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു റാഹത്താക്കി തരും, ഇത്രയല്ലേ ഉള്ളൂ എന്ന് ആ ചെറുപ്പക്കാരൻ്റെ. ഞാനൊരു അന്തം വിട്ടുപോയ രാത്രി. ഞങ്ങൾ കോഴിക്കോട് എത്തണവരെ ക്ഷീണം ഉറക്കമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളും കൂടെ വണ്ടിയിലുള്ള ആൾക്കാർ ഞങ്ങൾ സംസാരിച്ചു, റബ്ബേ എന്താണ് അവസ്ഥ, നമ്മളൊക്കെ എത്ര വലിയ നിഅമത്തിലാണ്. ഇരിക്കാൻ ആ ചെറുപ്പക്കാരനെ പറ്റുന്നില്ല, ബാത്റൂം പോകാൻ പ്രയാസമാണ്. ചെറുപ്രായക്കാരൻ, നമ്മൾ പറയണം നല്ല സുമുഖനായൊരു ചെറുപ്പക്കാരൻ. യാ അല്ലാഹ്. SKSFൻ്റെയും നമ്മുടെ KMCCൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്നു, ദുബൈയിലുണ്ടായിരുന്നു, ഇപ്പോൾ നാട്ടിലാണ്. വയ്യ. അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കണേ റബ്ബേ, അള്ളാഹു ശിഫ കൊടുക്കണേ പടച്ചവനെ. ആ വാപ്പ പറയാണ്, ഡോക്ടറോട് വാപ്പ സംസാരിച്ചവൻ പറഞ്ഞത്രേ, എൻ്റെ മോനൊന്ന് നടന്ന് കണ്ടാൽ മതി. ഇത് ചെറിയ കുഞ്ഞിനെ പറ്റിയല്ലേ ഈ പറയണത്. 35 വയസ്സായൊരു മോൻ നടന്ന്, ഒരു കൊല്ലമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ട്, ഈ ഇരിപ്പ്, അത് ബാത്റൂമിൽ പോയി വന്നപ്പോൾ പെട്ടെന്ന് ഇവിടെ ബാക്കിലൊന്ന് സ്ട്രെച്ചായ പോലെ തോന്നി. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോഴാണ് നടത്തത്തിന് ചെറിയ പ്രയാസം വന്നു തുടങ്ങി. അപ്പോഴാണ് ഹിപ്പ് പറ്റ പോയിട്ടുണ്ട് എന്ന്, പൊടിഞ്ഞു പോയിക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ നീ ശിഫ കൊടുക്കണേ റബ്ബേ, ശിഫ കൊടുക്കണേ റബ്ബേ, ശിഫ കൊടുക്കണേ പടച്ചവനെ. മൻ അസ്ബഹ ഫീ സിർബിഹി ആമിന മുആഫൻ ഫീ ജസദിഹി. രാവിലെ നേരം വെളുക്കുമ്പോൾ കാര്യമായ അസുഖമൊന്നുമില്ല, നിങ്ങൾക്ക് ആരോഗ്യത്തിന് തകരാറൊന്നും വന്നിട്ടില്ല, നിങ്ങളുടെ വീട് പൊളിഞ്ഞു വീണിട്ടില്ല, അന്നത്തെ ദിവസം, നാളെ മറ്റന്നാൾക്കെന്ന് പറയരുത്, അന്നത്തെ ദിവസം കഴിക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ, ഭക്ഷണമുണ്ടോ, നിങ്ങൾ ദുന്യാവ് മുഴുവൻ കിട്ടിയ പോലെയാണ്. ദുന്യാവ് മുഴുവൻ അങ്ങനെ നോക്കിയാൽ ലോകത്തുള്ള മനുഷ്യരിൽ വലിയൊരു വിഭാഗം ആളുകൾ അന്തസ്സുള്ള മുതലാളിമാരായിട്ടല്ലേ ജീവിക്കുന്നത്. നമ്മൾ പറയാം ദാരിദ്ര്യമാണെന്ന് പറഞ്ഞാലും ദുന്യാവ് മുഴുവൻ കിട്ടിയതിന് തുല്യമാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. സയ്യിദുന ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരനുഭവമുണ്ട്. അസർബൈജാനിൽ നിന്നൊരു ഭക്ഷണം കൊണ്ടുവന്നു മഹാനവരുടെ മുമ്പിലേക്ക്. അപ്പോൾ അസർബൈജാനിൽ വന്ന ദൂതൻ അവിടുത്തെ ഗവർണർ കൊടുത്തയച്ചത് ദൂതൻ്റെ കയ്യിൽ ഈ ഭക്ഷണം. മഹാനവർ ചോദിച്ചു, മാഹാദിഹി, എന്താണിത് എന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ പറഞ്ഞു, ഹദിയ, ഇത് നിങ്ങൾക്ക് കൊണ്ടുവന്ന സമ്മാനമാണ്. തുആമുൻ അഹ്ദാഉ ഇലൈക ആമിലുക അല അസർബൈജാൻ, അസർബൈജാനിലെ നിങ്ങളുടെ ഗവർണർ നിങ്ങൾക്ക് നൽകിയതാണ്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ അത് മുസ്ലിം ഭരണകേന്ദ്രമാണ് അസർബൈജാൻ. പോയവരുണ്ടാ? ബാക്കു ആണ് അടുത്ത എയർപോർട്ട് ഉണ്ട് അല്ലേ, മെയിൻ എയർപോർട്ട്, മെയിൻ സിറ്റി. അങ്ങനെ അഴുമ്പത്തങ്ങൾ ആ പാത്രം തുറന്നു. നല്ല വിലപിടിപ്പുള്ള ഭക്ഷണമാണ് അതിലുള്ളത്. ഉടനെ അസർബൈജാൻ എന്ന് വന്ന ദൂതനോട് ചോദിച്ചു, ഹൽ യഅകുലു ഇൻദകും ആമ്മത്തുൽ മുസ്ലിമീന ഹാദ തആം, നിങ്ങളുടെ നാട്ടിലെ സാധാരണക്കാരൊക്കെ ഈ ഭക്ഷണമാണ് അവിടെ കഴിക്കണത് എന്ന് ചോദിച്ചു.
അല്ല, ഇത് രാജാക്കന്മാർ റോയൽ ഫാമിലി കഴിക്കുന്ന ഫുഡാന്ന് പറഞ്ഞു. അങ്ങ് പൂട്ടി വെച്ചു. ഉമർ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുപോയിക്കോളി. എന്നിട്ടൊരു കത്തെഴുതി കൊടുത്തു അവിടുത്തെ ഗവർണർക്ക്. നിങ്ങളുടെ നാട്ടിലുള്ള സാധാരണക്കാർ കഴിക്കാത്ത ഭക്ഷണമാണോ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര വലിയ ധൂർത്താണ് നിങ്ങൾ ചെയ്യണത് എന്ന് ചോദിച്ചു ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. യാ അല്ലാഹ്. അങ്ങനെ മദീനയിലൊരു ആമുൽ മജാഅ, വിശപ്പിൻ്റെ ഒരു കാലഘട്ടം വന്നിരുന്നു. കടുത്ത ഫമൈൻ. അവിടുത്തെ കൃഷിയിടങ്ങളൊന്നും കൃഷിയില്ലാതെ ദുരിതം വന്നൊരു കാലഘട്ടം മദീനയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു ശപഥം ചെയ്തു, ഞാനിനി മാംസം കഴിക്കൂല എന്ന്. അങ്ങനെ മഹാനവറുകൾ മിമ്പറിൽ കയറിയിട്ട് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന നേരത്ത് വയറിന്നിങ്ങനെ ഒരു ഗുറുഗുറു സൗണ്ട് വരൂലേ, അതിനാണ് അറബിയിൽ ഖർഖർ എന്ന് പറയാം. ഖർഖറ യുഖർഖിർ, ആ വയറിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു വാക്കാണത്. അപ്പോൾ ഇങ്ങനെ വയറ് ഖാലിയായിട്ട് ഉമർ തങ്ങൾ മിമ്പറിൽ നിൽക്കുകയാണ്. താഴെ മുസ്ലിമീങ്ങൾ സ്വഹാബികളുണ്ട്, താബിഈങ്ങളുണ്ട്. അപ്പോൾ ഉമർ തങ്ങൾ ഇങ്ങനെ ആ വയറിൻ്റെ ശബ്ദം ഇങ്ങനെ പുറത്ത് കേൾക്കുന്നുണ്ട്. ഉമർ തങ്ങൾ പറഞ്ഞ വാക്കുണ്ട്, ഖർഖിർ ഔ ലാ തുഖർഖിർ വല്ലാഹി ലാ തഅകുലു ഹത്താ യശ്ബഅ ഔലാദുൽ മുസ്ലിമീൻ. വയറെ, നീ ആ കർക്കർ സൗണ്ട് ഉണ്ടാക്കാണ്ടിരിക്കുക, എന്താ ചെയ്തോ, മുസ്ലിമീങ്ങളായ പിഞ്ചു മക്കൾക്ക് വയറ് നിറയാതെ നിനക്ക് ഞാൻ ഭക്ഷണം തരൂല. സ്വന്തം വയറിനോട് സംസാരിച്ചതാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ എവിടുന്ന് കിട്ടിയാന്നറിയോ? മിൻ നൂരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളിൽ നിന്ന് കിട്ടിയ നൂറാണ് ഇതൊക്കെ, ഈ സ്വഭാവ ഗുണങ്ങൾ. അവരൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഇസ്ലാമാണ് അവരങ്ങനെ മാറ്റിയെടുത്തത്. ഇസ്ലാമാണ് അവരെ മാറ്റിയെടുത്തത്. ഹംസ റളിയല്ലാഹു അൻഹു സിംഹത്തെ വേട്ടയാടുന്ന ആളായിരുന്നു. സിംഹത്തെ വേട്ടയാടാനാ പോവുക. അപ്പോൾ അവിടുന്ന് ഷാമിലേക്ക് പോകും, തുർക്കിയുടെ ഭാഗങ്ങളിലേക്ക്. മഹാനോടോ ഹോബി അതായിരുന്നു. പക്ഷികളെയോ മാനിനെയോ അല്ല ബഹുമാനപ്പെട്ടൊരു വേട്ടയാടുക, സിംഹത്തെയാണ്. അങ്ങനത്തെ വീരശൂരനായിരുന്നു. പുണ്യനബിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് ഇങ്ങനെ തേങ്ങി കരഞ്ഞ രംഗങ്ങൾ കേൾക്കുമ്പോൾ അത്ര വലിയ വീരശൂരനായ ഒരാൾ പച്ചപ്പാവമായിട്ട് ഹബീബായ നബി തങ്ങളുടെ മുമ്പിലിരിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഖുബാ പള്ളിക്ക് വേണ്ടി കല്ല് കൊണ്ടുവരുമ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ നോക്കിയിട്ട് കരഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ആരോഗ്യമുള്ള ആളാണ് ഹംസ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളും അങ്ങനെ ഹൈറ്റും വെയിറ്റുള്ള ആളാണ്. തങ്ങളെ അങ്ങ് പോയി ഇരുന്നോളൂ, അങ്ങ് ഇരുന്നോളൂ, നക്ഫീഖ്, ഞങ്ങളെടുത്തോളാം പണി, നിങ്ങൾ എടുക്കല്ലേ പണി, നിങ്ങളവിടെ ഇരുന്നോളൂ. നിങ്ങൾ യാത്ര ചെയ്ത് വന്നതല്ലേ, മക്കയിൽ നിന്ന് മദീനത്തേക്ക് മരുഭൂമിയിലൂടെ വന്നതല്ലേ നബിയെ, നിങ്ങൾ ഇരിക്കിൻ, ഞങ്ങളെടുത്തോളാം പള്ളിൻ്റെ പണി. എന്നാൽ കട്ട മണ്ണ് കുഴച്ചിട്ട് കട്ടയാക്കി കൊണ്ടുവന്ന് അല്ലെങ്കിൽ കല്ലുകൾ പെറുക്കി കൊണ്ടുവരിക നബി തങ്ങൾ ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തങ്ങൾ പറഞ്ഞു, അൽ അമലു ഇബാദ, ജോബ് ഈസ് എ വർഷിപ്പ്, വർക്ക് ഈസ് എ വർഷിപ്പ്. ജോലി എന്ന് പറയുന്നത് ഇബാദത്താണ് എന്ന് പറഞ്ഞിട്ട് തങ്ങൾ പോവുകയാണ് വീണ്ടും കല്ലെടുക്കാൻ വേണ്ടി. അത് കണ്ടുകൊണ്ട് കണ്ണിന്ന് അണമുറിയാതെ കണ്ണുനീരൊഴുക്കുകയാണ് ഹംസ റളിയല്ലാഹു അൻഹു. അവരൊക്കെ ഭയങ്കരമായൊരു ട്രാൻസ്ഫോർമേഷൻ ദീനിലേക്ക് വന്നതിൽ പിന്നെ സ്വഭാവ ഗുണങ്ങളിൽ അടിമുടി മാറ്റങ്ങളാണ് ഉണ്ടായത്. ഇതാണ് ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്ന ഗിന. ബഹുമാനപ്പെട്ടവർ, യാ അല്ലാഹ്, ആ ഭക്ഷണം പിന്നെ അസർബൈജാനിലെ ഭക്ഷണം മദീന പള്ളിയിലെ മിസ്കീന്മാർക്ക് ഫുഖറാക്കൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ നിങ്ങൾ കഴിച്ചില്ല അത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഗനിയാൻ അല്ലദീ ലാ യഹ്താജു അഹദ. ഒരാളെയും അല്ലാഹുവിന് ആവശ്യമില്ല, അല്ലാഹുവിന് ആരെയും ആവശ്യമില്ല. നമ്മളൊക്കെ അല്ലാഹുവിന് ആവശ്യമുള്ളവരാണ്, നമ്മളൊക്കെ മുഹ്താജീങ്ങളാണ്. അല്ലാഹുവിന് ആരെയും ആവശ്യമില്ല. ആരെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല അള്ളാഹുവിൻ്റെ നിലനിൽപ്പുള്ളത് എന്നാണ് ഇതിനർത്ഥം. അള്ളാഹു ഗനിയാണ്, ഹുവല്ലദീ ലാ യഹ്താജു അഹദാ, ലാ യഹ്താജു. ഇപ്പോൾ ഒരു മകൻ മിസ്കീനാണ്, വാപ്പ മുതലാളിയാണ്. അങ്ങനെ വരുമ്പോൾ ആ മകന് സ്വതക്കയോ സക്കാത്തോ കൊടുക്കൽ എന്താണ് അതിൻ്റെ വിധി, ആവശ്യമുണ്ടോ, കൊടുക്കണോ വേണ്ടയോ എന്നൊരു ചർച്ച വരുമ്പോൾ ഫിഖിൻ്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അൽ വലതു തബഉൻ ലിവാലിദിഹി. മക്കൾ വാപ്പാനോട് ചേർത്തിട്ടാണ് അവരെ കാണുക എന്ന് പറഞ്ഞാൽ, വാപ്പ മുതലാളിയാണെങ്കിൽ മക്കൾ മുതലാളിമാരാണ്. വാപ്പ മുതലുണ്ടല്ലോ, വാപ്പ മരിച്ചാലെങ്കിലും കിട്ടൂലേ, അപ്പോൾ അവർ മുതലാളിമാരാണ്. അവരിത് സ്വതക്ക ദാനം അർഹിക്കുന്നില്ല, കാരണം വാപ്പ മുതലാളിയാണ്. വാപ്പയുടെ മക്കളല്ലേ, വാപ്പാൻ്റെ ഇഷ്ടം പോലെ മുതലുണ്ട്, മക്കളുടെ കയ്യിലില്ല, ശരിയാണ്.
പക്ഷേ ചെറിയ മക്കൾ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള മക്കളെക്കുറിച്ചാണ് ആ ചർച്ച. അപ്പോൾ അൽ വലദു തബഉൻ ലിവാലിദി. നമ്മൾ അള്ളാഹു ഗനിയാണെന്ന ഈ മസ്അലയെ ആലിമീങ്ങൾ അതിനോട് ചേർത്തി പറയും. നമ്മൾ ഫക്കീറാണ്, ശരിയാണ്, നമ്മളെ കയ്യിലില്ല. പക്ഷേ നമ്മുടെ റബ്ബ് ഗനിയല്ലേ, അപ്പോൾ നമ്മൾ ഗനിയല്ലേ. അള്ളാഹു ഐശ്വര്യവാനാണ്, നമ്മളെ പടച്ചോ ഐശ്വര്യ. അള്ളാഹു ഇമ്മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു, എല്ലാറ്റിൻ്റെയും ഖജനാവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഡയമണ്ടിൻ്റെയും പേൾസിൻ്റെയും ഗോൾഡും സിൽവറും എന്തൊക്കെ വേണോ, മനുഷ്യർ എന്തൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഖസാനകൾ അള്ളാഹുവിൻ്റെ കയ്യിലുണ്ട്. അങ്ങനത്തെ റബ്ബാണ് നമ്മുടെ റബ്ബെങ്കിൽ ആ റബ്ബിനെ നമ്മൾ കൂട്ടുപിടിച്ചാൽ നമ്മുടെ റബ്ബ് ഗനിയായതിൻ്റെ പേരിൽ നമുക്കും അതിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാവണ്ടേ, നമുക്കുണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ ദാരിദ്ര്യത്തിലാണ്, പ്രയാസത്തിലാണെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മുടെ റബ്ബ് ഗനിയല്ലേ. ഇന്നല്ലാഹ ഹുവൽ ഗനിയ്യു, അല്ലാഹു ഗനിയാണ്. സുബ്ഹാന റബ്ബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ ചോദിച്ചു, വവജദക ആയിലൻ ഫഅഗ്നാ. അല്ലാഹു ഗനിയാണ്, അല്ലാഹു ഐശ്വര്യവാനാണ് എന്ന് പറഞ്ഞാൽ ഖലീലുൽ ഹാജാത്ത്, ആവശ്യങ്ങളില്ലാത്തവനാണ് അല്ലാഹു. പുണ്യ നബി തങ്ങൾക്ക് ദാരിദ്ര്യമുള്ളൊരു കാലഘട്ടം ഹബീബിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث ووجدك عائلا فأغنى. നബിയെ അങ്ങേക്ക് ദാരിദ്ര്യമുണ്ടായിരുന്നപ്പോൾ ഫഅഗ്നാ, അല്ലാഹുവല്ലയോ അങ്ങേക്ക് ഐശ്വര്യം നൽകിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭൗതികമായ വിഷയത്തിൽ ദുന്യാവ് പൈസ ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിലൂടെ, ഉസ്മാൻ തങ്ങളിലൂടെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളിലൂടെ, സഅദ് ഇബ്നു ഉബാദ, സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു അബി വഖാസ്, പിന്നെ റളിയല്ലാഹു അൻഹും മറ്റ് അൻസ്വാരികളായ സ്വഹാബിമാർ, മുഹാജിറുകളായ സ്വഹാബിമാർ, അവരങ്ങ് ഹബീബായ നബി തങ്ങൾക്ക് എന്താണോ വേണ്ടത് പുണ്യ നബി തങ്ങൾക്ക് അവർ ജീവൻ വരെ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ നബിയെ അങ്ങയെ നാം നല്ല ഒരു സുഹ്ബത്ത് സ്വഹാബികളെ തന്നുകൊണ്ട് അങ്ങേക്ക് അഗ്നാ, ഐശ്വര്യം തന്നില്ലയോ നബിയെ. അള്ളാഹു ചെയ്തു കൊടുത്ത നിഅ്മത്തിനെ ഹബീബിനെ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ. വവജദക ആയിലൻ ഫഅഗ്നാ ഖലീലുൽ ഹാജാത്ത്. അങ്ങനെ നബി തങ്ങൾക്ക് ഐശ്വര്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ നബി തങ്ങൾക്ക് ആവശ്യമില്ല എന്നർത്ഥോടെ വരുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമ്മളൊക്കെ ദായിമുൽ ഹാജാത്ത് ഇലല്ലാഹ്, നമ്മുടെ റൂഹിന്, നമ്മുടെ മനസ്സിന്, നമ്മുടെ ചിന്തകൾക്ക് ഒന്നും അള്ളാഹുവിനെ കൂടാതെ കഴിയില്ല. അങ്ങനെയാണ്. നിങ്ങൾ സങ്കല്പിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു സംഭവത്തിൽ വവജദക ആയിലൻ ഫഅഗ്നാ, അള്ളാഹുവിൽ നിന്ന് അകന്ന ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഉൾവിളി വരും. ആ ഉൾവിളിയാണ്, എനിക്ക് അള്ളാഹുവിലേക്ക് എത്തണം, എനിക്ക് ഇങ്ങനെയൊന്നും ആയാൽ പോരാ, എനിക്കൊന്ന് നന്നാവണം, എനിക്കൊരു മഹാനായ മനുഷ്യനെ പരിചയപ്പെടണം, എൻ്റെ ജീവിതമൊക്കെ ഒന്ന് മാറണം എന്ന ഒരു ആത്മീയ ദാഹം ഒരു മനുഷ്യന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ മാംസം തീരെ കഴിക്കാതിരുന്നു വിചാരിക്കുക, അല്ലെങ്കിൽ മധുരം കഴിക്കാതിരുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാതിരുന്നു, ഒരിക്കൽ നിങ്ങളത് കഴിച്ചു പോകും. എന്തേ? അത്രയും ആഗ്രഹം വന്നിട്ട് നിങ്ങൾ കഴിക്കേണ്ടതായിട്ട് വരും. അത് ചില വിഷയങ്ങൾ അങ്ങനെയാണ്. അതിൽ നിന്ന് മഹ്റൂമായി കഴിഞ്ഞാൽ അതിലേക്ക് കൊതി വരും. എന്ന പോലെ റൂഹിൻ്റെ ഒരു ദാഹം വലിയ ദാഹമാണ്, നമ്മുടെ ഭക്ഷണദാഹം പോലെയല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പടിഞ്ഞാറിലൊക്കെ പല മതങ്ങളിലേക്കും, ഇസ്ലാം അടക്കമുള്ള, ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും മതങ്ങളെ പരിചയപ്പെടുന്നവരൊക്കെ എന്ത് ചെയ്യും? കിട്ടുന്നതിലേക്ക് അവർ ചേരുകയാണ്. അവിടെ ആത്മീയ ചൂഷണം ഉണ്ടാവാം, ഇല്ലായിരിക്കാം. അതിൻ്റെ യുക്തിയോ യുക്തിബോധമോ അല്ലെങ്കിൽ ലോജിക്കോ ഇതൊന്നും വിഷയമല്ല. ആത്മീയമായൊരു ദാഹത്തിന് പരിഹാരം അവരുടെ ചുറ്റുപാടിൽ അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അവർ ഈസ്റ്റിലേക്ക് ഒഴുകുകയാണ്. എന്തിന്? ആത്മദാഹം തീർക്കാൻ വേണ്ടിയിട്ട്.
ഇത് മനുഷ്യപ്രകൃതമാണ്. അള്ളാഹുവിലേക്ക് ബന്ധിക്കാതെ നമ്മുടെ കണക്ഷൻ ശരിയാവില്ല. ഇപ്പം മൊബൈൽ ഫോണുണ്ട്, അതിന് റേഞ്ചില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. മനുഷ്യ ശരീരത്തിൽ ഇബാദത്തില്ലെങ്കിൽ, അള്ളാഹുമായി കണക്ഷൻ ഇല്ലെങ്കിൽ ഈ ബോഡി കൊണ്ടൊരു കാര്യമില്ല എന്നാണ്. എന്തേ? അത് പിന്നെ മൃഗങ്ങളെപ്പോലെയുള്ള ചിന്തകളാണ് പിന്നെ നമ്മളെ ഓവർവെൽം ചെയ്യുക. നമ്മുടെ ചിന്തകളെ ഒക്യുപ്പൈ ചെയ്യുന്നത് വളരെ താഴ്ന്ന ചിന്തകളാണ്, താഴ്ന്ന ആഗ്രഹങ്ങളാണ്, നിസ്സാരമായ മൃഗീയമായ ആഗ്രഹങ്ങളായിരിക്കും. നേരെ മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ആലോചിക്കുന്ന ആത്മീയമായ റൂഹിൻ്റെ ലോകത്തേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൻ്റെ ഫിർദൗസുൽ അലയിലേക്കാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവുമായുള്ള ബന്ധം, മലക്കുകളുടെ ലോകവുമായുള്ള ബന്ധം, സ്വാലിഹീങ്ങളുടെ ലോകവുമായുള്ള ബന്ധം, എപ്പോഴും ആത്മീയ നിറവിലാണ് അവരുണ്ടാവുക. ഈ ദാഹം മനുഷ്യനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എത്രയധികം സമ്പത്തുണ്ടെങ്കിലും, ശരീരം മുഴുവൻ അള്ളാഹു ആരോഗ്യം കൊടുത്താലും നമ്മളെപ്പോഴും ഖനിയാവുന്നില്ല. നമ്മുടെ ഉള്ളിൽ ഒരു ഹാജത്ത് ബാക്കിയുണ്ട്. അവിടെ നമ്മുടെ ആത്മീയമായ ദാഹമാണത്. ആ കണക്ഷൻ എപ്പോഴും. ഇപ്പോൾ ഒരു നിസ്കാരം പറയട്ടെ, ഒരു നിസ്കാരത്തിൽ നമുക്കൊരു ഖുശൂ ഇല്ലാതെ നിസ്കരിച്ച് കഴിഞ്ഞാൽ നിസ്കാരം മടക്കി നിസ്കരിക്കണമെന്ന് തോന്നും. ഫിഖ്ഹിൻ്റെ കാഴ്ചപ്പാടിൽ വേണ്ടെന്നാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് തോന്നിയ നിസ്കാരം ഒക്കെ ഫർളും സുന്നത്തൊക്കെ റെഡിയാണ്, വുളു ഫിഖ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ നേരത്ത് നമുക്ക് അള്ളാഹിനെ പറ്റി ഓർമ്മയെ വന്നിട്ടില്ല. 2 റക്അത്ത് നിസ്കരിച്ച് പോന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അള്ളാഹിനെ പറ്റി ഓർത്തിട്ടുണ്ടോ? ഇല്ല. കാര്യങ്ങളൊക്കെ വളരെ ഒരാളൊരു മീറ്റിങ്ങിന് പോകുന്നു, നല്ല എന്താ പറയുക, ടൈയും ഷൂവും പാൻറ്റും ഡ്രസ്സറൊക്കെ ഇട്ടിട്ട് എല്ലാം ഉഷാറായിട്ട് പോയി ഇരുന്ന് പോകുന്നതാണ്. ആ മനുഷ്യൻ ചോദിച്ചിരുന്ന മറുപടിയും പറഞ്ഞിട്ടില്ല, അയാൾ പറഞ്ഞ് ഇയാൾക്ക് തിരിഞ്ഞിട്ടില്ല. എന്താ മീറ്റിംഗ് കൊണ്ട് കാര്യം? പോയത് വളരെ പെർഫെക്റ്റാണ്. എന്ന പോലെ നമ്മൾ ഒതു കറക്റ്റാണ്, നനഞ്ഞിക്കണമൊക്കെ നനഞ്ഞ് ശരി തന്നെയാണ്. നഖത്തിൻ്റെ ഉള്ളിൽ വരെ വെള്ളം ചേർത്തിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഒതുവിൻ്റെ ഷർത്തും പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനെ പറ്റി മാത്രം ആലോചിച്ചിട്ടില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെയൊക്കെ പോയി പോകുന്നതാണ്. എൻ്റെ ലീവ് പാസ്സായിട്ടില്ലല്ലോ, അപ്പം അതായിരിക്കും ലീവ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മാറ്റി നിസ്കരിക്കണം എന്ന് തോന്നുന്നുണ്ടോ? മാറ്റി നിസ്കരിച്ചോളി, നല്ലതാണ്. എന്താ വെച്ചാൽ ലൈസലിൽ മർഇ മിൻ സ്വലാത്തിഹി ഇല്ലാ മാ അഖല മിൻഹ. നമ്മൾ അള്ളാഹുവിനെ പറ്റി ഓർക്കുന്നതിനെ കൂലിട്ടുള്ളൂ. നിസ്കാരത്തിൽ നിസ്കരിച്ചോ എന്ന് വെച്ചാൽ നിസ്കരിച്ചോ എന്നൊക്കെ ടിക്കേ കൂലിയുണ്ടായി. കൂലിയൊന്നും ഇല്ല കേട്ടോ, അത് അങ്ങനെ പറയുള്ളൂ. കൂലില്ല. അങ്ങനെ അറ്റൻഡൻസ് ഉണ്ടെന്ന് പറയില്ലേ, അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കും ചിലപ്പോൾ ചില കോൺഫറൻസിന്. എന്തേ? പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതിനടുത്ത ആൾക്ക് തിരിഞ്ഞിട്ടുണ്ടെന്നാണോ? അല്ല, അതവിടെ എഴുതും അറ്റൻഡൻസ് എന്നാണ്. അപ്പോൾ മനസ്സിലാക്കണം, പോയി ഇരുന്നുകളെന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. പഠിച്ചു എന്നർത്ഥമല്ല, കേട്ടും തിരിഞ്ഞു എന്നർത്ഥമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിച്ചവൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ ഒരു ചിന്ത നമുക്ക് വരുമ്പോഴാണ് നമ്മുടെ നിസ്കാരത്തിന് കൂലി കിട്ടുക. അവിടെ എൻ്റെ ഗ്രാഫ് കൂടി വരിക. അള്ളാഹു അക്ബർ മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം പറയുന്നതിനിടയിൽ എത്ര സെക്കൻഡുകൾ നമ്മൾ അള്ളാഹുവിനെ പറ്റി ഓർത്തിട്ടുണ്ട്, അതിനാണ് നിസ്കാരത്തിൻ്റെ കൂലി. അള്ളാഹു നിസ്കാരമൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു റഹ്മാൻ റഹീം ആയതുകൊണ്ട് അള്ളാഹു അത് സ്വീകരിക്കുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. നമ്മളെ മനസ്സ് വിചാരിച്ച പോലെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് പറ്റാതെ പോവുകയാണ്. ഒക്കെ എത്ര വലിയ മോശമാണ്. വലിയൊരു വിഷയം നമ്മുടെ മുമ്പിലുണ്ടായിട്ട് നിസ്സാരമായ ദുന്യാവിൻ്റെ വിഷയത്തിലേക്ക് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ചിതറിപ്പോവുകയാണ്. അതൊക്കെ വലിയൊരു പരീക്ഷണം കൂടിയാണ്. അന്ത്യനാളിനോടടുക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിന് വരുന്ന ആദ്യത്തെ പരീക്ഷണം യുൻസഉൽ ഖുശൂഉ ഫി സ്വലാ, നിസ്കാരത്തിൽ ആർക്ക് ഖുശൂ ഉണ്ടാവില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പല വിഷയങ്ങളും ടെൻഷനാവും. ഒന്നുമില്ല, ഈ സോഷ്യൽ മീഡിയയും മൊബൈൽ ഫോണും അതും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് തന്നെയായാലും തലച്ചോറിൽ ആ ചിന്തകൾ കയറി വരും. ഇതൊന്നുമില്ലാതിരുന്നൊരു പ്ലെയിൻ ലോകത്ത് ജീവിച്ച മനുഷ്യന്മാരെ പറ്റി ആലോചിച്ച് നോക്കി. ഒരു ഡിസ്ട്രാക്ഷൻ, ഒരു ഇൻ്റർനെറ്റും ടെലിവിഷനും ഒന്നുമില്ല. അവർ ഒതു കൊടുക്കുന്നു. ആ നിസ്കാരം ഒരു നിസ്കാരമായിരിക്കും. അതുകൊണ്ടല്ലേ മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പള്ളിൻ്റെ മൂല പൊളിഞ്ഞുകൊണ്ട് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. മഹാനവർ നിസ്കാരത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഒച്ചപ്പാട് നിങ്ങൾ കേട്ടില്ലേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. മൗമൂമിങ്ങൾ മുഴുവൻ എഴുന്നേറ്റ് ഓടിയിട്ടുണ്ട്. കൂഫ പള്ളിയുടെ ഒരു മൂലങ്ങ് പൊളിഞ്ഞു വീണതാണ് അശർ നിസ്കാരത്തിന്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഹനീഫത്തുൻ നുഅ്മാൻ ഹനഫി മദ്ഹബിൻ്റെ ഇമാം നിസ്കാരത്തിലായിരുന്നു. എല്ലാവരും ഇറങ്ങി ഓടിയിട്ട് മഹാനവറുകൾ അറിഞ്ഞിട്ട് പോലുമില്ല. അപാരമായ ഖുശൂ ആണത്. യാ അല്ലാഹ് യാ അല്ലാഹ്. വവജദക ആയിലൻ ഫഅഗ്നാ, അല്ലാഹു നൽകുന്ന ഖിന. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ലൈസൽ ഗിന ബികഥറത്തിൽ അർദ്. അത് പുണ്യനബി തങ്ങൾ പഠിപ്പിച്ച ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസൽ ഗിന ബികഥറത്തിൽ അർദ് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്. ഒരിക്കലും സമ്പത്ത് എന്ന് പറയുന്നത് കുറേ സാലറി കിട്ടുക എന്നതല്ല, കച്ചവടത്തിന് കുറേ പൈസ വരുന്നു എന്നതുമല്ല. പിന്നെന്താ? ഇത് രണ്ടുമാണ് നമ്മൾ മനസ്സിലാക്കുക.
ലസ്മാന, നമ്മൾ ഇത്ര സാലറി വേണം, ഇത്ര ഡിജിറ്റ് വേണം, ഇത്ര ഡിജിറ്റ് ആയാൽ എൻ്റെ കാര്യം ശരിയാവും, വെറുതെ തോന്നുകയാണത്. അള്ളാഹു ബർക്കത്ത് തന്നാൽ ഇൻഷാ അല്ലാഹ്, ഇല്ലേ ഒന്നും നടക്കൂല. ലൈസൽ ഗിന ബികഥറത്തിൽ അറദ്, ഒരിക്കലും കുറേ സാധനങ്ങൾ ഉണ്ടാവുക എന്നതല്ല ഐശ്വര്യം. വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, എനിക്ക് മതിയായി എന്ന് മനുഷ്യന് തോന്നുന്നിടത്താണ് സമ്പത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സമ്പത്ത്. എനിക്കിത് മതി, എനിക്ക് മതിയായി. ഇത് തോന്നാത്ത എത്ര മുതലാളിയാണെങ്കിലും ആ മുതലാളി ഫക്കീറാണ്. കാരണം ദാരിദ്ര്യം എന്ന് പോവർട്ടി എന്ന് പറയും. പോവർട്ടി എന്ന് പറയുന്നത് വോൺസ്, മനുഷ്യൻ്റെ ആവശ്യങ്ങളാണ്. അതിനാണ് ദാരിദ്ര്യം എന്ന് പറയാം. ദാരിദ്ര്യത്തെ ഡിഫൈൻ ചെയ്ത് അങ്ങനെയാണ്. വാട്ട് ഈസ് പോവർട്ടി, വാട്ട് ഈസ് പോവർട്ടി, എന്താണ് ദാരിദ്ര്യം നോക്കിയ അതിൻ്റെ ഡെഫിനിഷനിൽ മനുഷ്യൻ്റെ വോൺസ് എന്നൊരു മീനിങ് അതിൽ വന്നിരിക്കും. അടിച്ചു നോക്കിയാരെങ്കിലും. അപ്പോൾ മുതലാളിക്ക് തോന്നുകയാണ് എനിക്കിത് പോരാന്ന്, എനിക്ക് ഇത്രയൊന്നും ആയാൽ പോരാ എന്ന് അയാൾക്ക് തോന്നുകയാണെങ്കിൽ അയാൾ ഫക്കീറാണപ്പോൾ. എന്തേ? അയാൾക്ക് ഇനി ഒരുപാട് ആവശ്യങ്ങൾ കിടക്കുകയാണ്, മതിയായില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ഹോപ്സ് ആവാം, പ്രതീക്ഷകളാവാം. നേരെ മറിച്ച് ഉള്ളതിൽ തൃപ്തിപ്പെടാതിരുന്നു കൊണ്ട് പ്രതീക്ഷിക്കരുത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് കൂടുതൽ തരാൻ വേണ്ടി ദ്വാരുന്നോ, അതിന് കുഴപ്പമില്ല. അള്ളാഹുവിനോട് കൂടുതൽ തരാൻ വേണ്ടി ആവശ്യപ്പെട്ടോളൂ, അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക്, അങ്ങനെയൊക്കെ ദ്വാരുന്നോളൂ. പക്ഷേ നമുക്ക് കിട്ടിയതിൽ നമ്മൾ സംതൃപ്തരായിരിക്കണം. ഈ മഅന നമ്മുടെ മക്കളും കുട്ടികളും, നമ്മുടെ പ്രത്യേകിച്ച് യുവാക്കൾ യുവതികൾ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന കുട്ടികളൊക്കെ ശരിക്കും മനസ്സിലാക്കണം. അവർക്കൊന്നും അതറിയില്ല. ഏതോ ഒരു സാങ്കല്പിക ലോകത്തുനിന്ന് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അൽ ഖനാഅ എന്ന് പറയും, കണ്ടന്റ്മെൻറ്റ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നതിനർത്ഥം ഏറ്റവും വലിയ സമ്പാദ്യം അതാ. അവർ മുതലാളിമാരാണ്. പീഡിക തിണ്ണയിൽ കിടന്നുറങ്ങുന്നൊരു മനുഷ്യൻ, എനിക്കിപ്പോൾ ഒരു കുഴപ്പം, ഒരു റാഹത്ത, ഒരു ഇൻകം ടാക്സ് പിന്നെ ചോദിച്ചു വരില്ല. എന്താ റാഹത്തിൽ ഉറക്കാണ് ഉറങ്ങണത്? മനുഷ്യൻ ദുന്യാവ് എത്രത്തോളം എടുക്കുന്നുണ്ടോ അത്രത്തോളം ടെൻഷനും എടുക്കുന്നുണ്ടെന്ന് ഒരു ഖായിദയുണ്ട്. ഖുദ് മിനദ് ദുന്യ വഅലാ ഖദ്രിഹാ തഖുദുൽ ഹം. ദുന്യാവിൽ നിന്ന് എത്ര വേണമെങ്കിലും എടുക്കുക, അത്ര ടെൻഷൻ ഉണ്ടാവുന്നു. ഒരു മാരുതി 800 ഓടിക്കുന്നൊരു മനുഷ്യൻ, ഒരാൾ ഇപ്പുറത്തൊരു BMW വാങ്ങി, അല്ലെങ്കിൽ നമ്മുടെ G-Wagon വാങ്ങിയെന്ന് വിചാരിക്കുക, നാട്ടിലൊക്കെ ഓടുന്നെടുപ്പോൾ. അപ്പോൾ ഈ 800-നൊരു പണി വന്നാൽ അത് ചെറിയ പൈസമ്മ തീരും, മറ്റേതിന് വരെ വന്നാൽ വിവരം അറിയും. അപ്പോൾ ദുന്യാവിൽ നിന്ന് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് ടെൻഷൻ നിങ്ങൾ അതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട്. അതൊരു ഖായിദയാണ്. കുറച്ച് പൈസ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മനുഷ്യനെ പോലെയല്ല കുറേ പൈസ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചു അയാൾക്ക് അതിനനുസരിച്ച് ടെൻഷൻ കൂടും. എന്നാലും നിൽക്കില്ല, കുറച്ച് പൈസ കിട്ടിയാൽ മതി ഇതെന്നാണ് ആലോചിക്കണതില്ലേ. ഇതൊക്കെ പറയുമ്പോഴും ലൈസൽ ഗിനാ ബികഥറത്തിൽ അറദ്, നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും സമ്പത്തെന്ന് പറയുന്നത് കുറേ കിട്ടലല്ല, പിന്നെയോ ഉള്ളതിൽ സമാശ്വസിക്കലാണ്. വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. നമ്മുടെ ഹബീബായ നബി ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് ഇതൊക്കെ. എന്തിന്? നമുക്ക് മാനസിക ടെൻഷൻ ഉണ്ടാവും, തങ്ങൾക്കറിയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുന്യാവിൽ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിൽ കൂടുള്ള ആൾ എത്ര സാലറി, എനിക്ക് അത്ര ഇല്ലല്ലോ, നീ ഒന്നും ചിന്തിക്കല്ലേ. നിനക്ക് കിട്ടിയതിൽ അൽഹംദുലില്ലാഹ്, നീ അവിടെ മുതലാളിയാണ്. അല്ലാഹുവോട് ചോദിച്ചാൽ പഠിച്ചോ എനിക്ക് കുറച്ചും കൂടെ തന്നേക്ക് ഉറപ്പേ, എനിക്കിനി ആവശ്യങ്ങളുണ്ട് പഠിച്ചോനെ, പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ഇത് ചിന്തിക്കണം. അതില്ലെങ്കിൽ ഒരു മനുഷ്യന് ദുന്യാവിൽ വിജയിക്കാൻ കഴിയില്ല. ഇതാണ് സമ്പത്ത്, അൽ ഗിന. ഇതിനാണ് സമ്പത്ത് എന്ന് പറയാം, ഇതാണ് ഐശ്വര്യമെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.